ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോവാണ്. പാസ്റ്റർമാർക്ക് ഈ ഫലിതം ഇഷ്ടപ്പെടും. ചർച്ചിനകത്തെ ആളുകളൊക്കെ പോയി, ആരും വരുന്നില്ല. പള്ളിക്കകത്തൊക്കെ ഇഷ്ടിക വിരിച്ചിരിക്കുകയാണ്, വലിയ ഇഷ്ടിക. ആ ഇഷ്ടികയ്ക്കിടയ്ക്കത്തൊക്കെ പോച്ച കളിക്കാൻ തുടങ്ങി. മേളിലത്തെ 3-4 ഇഷ്ടിക തറയോട് താഴെ വീണു. അപ്പം അച്ഛനറിയാം ഇനിയും ബാക്കിയൂടെ വീഴും. അച്ഛനുള്ളവരെല്ലാവരും കൂടെ വിളിച്ചു, വരണം, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അവരെല്ലാം കൂടെ വന്നു. സെക്രട്ടറി വലിയ പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, വലിയ കുടവയർ, എല്ലാവരും വന്നിരുന്നു. അച്ഛൻ പറഞ്ഞു, നമ്മുടെ ചർച്ചിൻ്റെ അവസ്ഥ കണ്ടോ? താഴെ നിന്ന് പോച്ച കളിക്കുന്നു, മേളിൽ നിന്ന് ഇഷ്ടിക വീണു, എന്തോ വേണം? അവർ പറഞ്ഞു, കേരളത്തിലുള്ളൊരു രൂപ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അവർക്കൊരു എഴുത്തെഴുത്. എനിക്ക് കേരളത്തിലുള്ളവരെ ആരെയും അറിയുന്നില്ല. സെക്രട്ടറി എന്തോ വേണം? സെക്രട്ടറി എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അബ്രഹാമിൻ്റെ ദൈവമാണ്, ഏലിയാവിൻ്റെ ദൈവമാണ്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛന് മനസ്സിലായി യവന്മാർ 1 രൂപ പോലും തരുന്ന ലക്ഷണമില്ല. അച്ഛൻ പറഞ്ഞാൽ സെക്രട്ടറി തന്നെ പ്രാർത്ഥിച്ചാട്ടെ. സെക്രട്ടറി കുടവയറിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ കൈയൊക്കെ അങ്ങോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചർച്ച് പുതുക്കി പണിയാനായിട്ട് ഞങ്ങൾക്കൊരു 50,000 രൂപ വേണം, നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. റോഡിൽ പോകുന്ന ഒരു തലകുലുക്കി നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നു, അതുകൊണ്ട് അവർക്ക് മറുപടി പറയത്തക്കോണം ഒരു 50,000 രൂപ തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം മേളിൽ നിന്ന് ഒരു ഇഷ്ടിക ഇയാളുടെ തലയിൽ അങ്ങ് വീണു. അയാൾ പറഞ്ഞു, 25,000 രൂപ ഞാൻ കൊടുത്തേക്കാം. അച്ഛൻ പറഞ്ഞു, ദൈവമേ, ഒരു ഇഷ്ടിക കൂടെ അവൻ്റെ തലയിലിടാമെങ്കിൽ എൻ്റെ 50,000 രൂപ കിട്ടും. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ മേളിലോട്ട് നോക്കി, മേളിൽ ഇഷ്ടിക വല്ലതും ഉണ്ടോ എന്ന്. കാരണം രൂപ ശരിയായിട്ട് കൊടുക്കാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ തലയിൽ വീണാലോ. ശാപം ഫലിച്ചെന്ന് വേണ്ട, പോട്ടെ, അതൊരു ഫലിതമാണ്. എങ്കിലും ഫലിതത്തിനകത്തും ചിലർത്ഥമുണ്ട്. നമ്മളെ മലയാളത്തിൻ്റെ ഭാഷയുടെ ശുദ്ധീകരണത്തെപ്പറ്റി പഠിപ്പിച്ച അദ്ദേഹം, എനിക്ക് മലയാളത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഗുരു എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഗുരുവാണ്. നമുക്കെല്ലാവർക്കും ഒരു ഗുരുവുണ്ട്, മെൻറ്റർ, ബൈബിൾ ടീച്ചർ വേറെ, മെൻറ്റർ വേറെ. എല്ലാവർക്കും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. മുമ്പ് എന്നെ ചോദിച്ചുള്ള ഒരു ഉപദേശം തരാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. മെൻറ്റർ ആരായിരിക്കാം? പെന്തിക്കോസ്തുകാരന് മെൻറ്റർ ബ്രദറുകാരനാകാം, ബ്രദറുകാരന് മെൻറ്റർ കത്തോലിക്കിലെ അച്ഛനാകാം. മെൻറ്റർ ഉപദേശം പഠിപ്പിക്കുന്നതല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന ആളല്ല, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി. എൻ്റെ ഒരു പുസ്തകമുണ്ട് ഇവിടെ, മെൻറ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങിക്കണം, അസാധാരണ പുസ്തകം. കാരണം ആ ഉപദേശം നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും പറയും PG പരീക്ഷ മെൻറ്റർ അല്ല. ഞാനിവിടെ ഇരിക്കുന്നതിനകത്തെ ആരുടെയും മെൻറ്ററല്ല, ആരുടെയും. പിണങ്ങരുത്, ചിലരൊക്കെ വിചാരിക്കും ഞങ്ങളുടെ അല്ലയോ. അല്ല. മെൻറ്റർ ആരായിരിക്കണം അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെൻറ്ററെ നിങ്ങൾ മാസത്തിലൊരിക്കൽ കാണണം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം, നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ പറയണം. ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല. നിങ്ങൾക്കൊരു ബൈബിൾ ടീച്ചർ ഉണ്ടായിരിക്കണം, അവർ നല്ല കാര്യമാണ്. ചിലപ്പോൾ എനിക്ക് സംശയം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പാസ്റ്റർ രാജു പൂവക്കാലൊക്കെ ചോദിക്കും, വേറെ ചിലരോടൊക്കെ ചോദിക്കും ബൈബിളിൽ നിന്നുള്ള ഉപദേശം. എന്നാൽ ഈ ഒരു ഉപദേശം ഞാൻ ഈ ഭാഷാ പണ്ഡിതനായ അതിരങ്കലിനോട് ചോദിച്ചു, ജയമോഹൻ അതിരങ്കലിനോട് ചോദിച്ചു, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാരണം നമ്മളെല്ലാവരും എൻ്റെ ഗുരുവാണ്, ആത്മീക ഗുരുവാണ്. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം എനിക്ക് പറഞ്ഞു. ഞാൻ കേട്ടത് ചോദിച്ചു, ഞാൻ കേട്ടത് തന്നെയായിരുന്നു എൻ്റെയൊക്കെ പറഞ്ഞു തന്നെ. ആരെങ്കിലും എഴുതിയെടുക്കുന്ന എന്നെപ്പോലുള്ള മണ്ടന്മാരുണ്ടോ? ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ട് മാറ്റുന്ന വ്യക്തി എന്നാണ്. ഇരുട്ട് മാറ്റുന്ന വ്യക്തി. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ നിരോധിക്കുന്ന വ്യക്തി, ഇരുട്ട് നിരോധിക്കുന്ന വ്യക്തി. നമ്മുടെ ഗുരു യേശുവാണ്. യേശുവാണ് നമ്മുടെ ഗുരു. നമ്മുടെ ഗുരു പരിശുദ്ധാത്മാവാണ്. രണ്ടും എല്ലാം ശരിയാണ്, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും. ഗുരു അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഒന്നുകിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിവുള്ളവരെ കൂട്ടുപ്രവർത്തനത്തിന് തരും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് ലിമിറ്റ് കാണും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളിനെ കൂട്ടിനയക്കും.
എനിക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല, ABCD അറിയത്തില്ല കമ്പ്യൂട്ടറിൻ്റെ. പക്ഷേ എൻ്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരുണ്ട്. ഞാൻ അവരുടെ കൊടുക്കും, അവരെനിക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങളെല്ലാവരും പാസ്റ്റർമാരാണ്. അപ്പം നിങ്ങൾക്ക് നല്ല കോയർ, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, പക്ഷെ പാട്ട് പാടാൻ അറിയാവുന്നവരെ ദൈവം തരും. RSVയെ എനിക്ക് തന്നു, ഈ പാടുന്നവരെ എനിക്ക് തന്നു. നല്ല ഒന്നാം തരം ഒരു ടീം ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നാട്ടിൽ അതുപോലെ മീറ്റിംഗ് ഇല്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് ആളുകളെ തരും, കൂടെയുള്ളവരെ. അവരെ വളർത്തിയെടുക്കണം. പലരും വളർത്തിയെടുക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ അവർ വേറെ എവിടെയെങ്കിലും അങ്ങ് വളർത്തിയെടുക്കാൻ വളർത്താത്തത് കൊണ്ട്. ഹെൻറി ഫോർഡ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, ഹെൻറി ഫോർഡ്, FORD. അദ്ദേഹമാണ് വണ്ടി ഉണ്ടാക്കിയത്, ആദ്യത്തെ കാർ ഉണ്ടാക്കിയത് അദ്ദേഹം ആണ്. ജപ്പാനിൽ കാറിന് പറഞ്ഞുകൊണ്ടിരുന്നത് പോലും ഫോർഡ് എന്നായിരുന്നു, എൻ്റെ ഫോർഡ്. പിന്നീടാണ് ഒരു വാക്ക് കണ്ടുപിടിച്ചത്, വേറെ വണ്ടികളൊക്കെ വന്നപ്പോൾ. അദ്ദേഹമാണ് ആദ്യത്തെ വണ്ടി കണ്ടുപിടിച്ചത്. അദ്ദേഹം വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് അമേരിക്കൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് വലിയ അവാർഡുകളൊക്കെ പലതും കൊടുത്തു. ഞാൻ ഇന്നലെ നോക്കി ഫോണിനകത്ത്, നെറ്റിനകത്ത് ഒത്തിരി അവാർഡ് കിട്ടി. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അവാർഡായിരുന്നു ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ജർമ്മൻ ഈഗിൾ. അത് കൊടുക്കാൻ നേരം ആളുകൾ ഒബ്ജക്റ്റ് ചെയ്തു, ഒക്കത്തില്ല, അദ്ദേഹത്തിന് എല്ലാം ഒന്നും അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാം അറിയേണ്ട ആവശ്യമില്ല, എനിക്കറിയാൻ വയ്യാത്ത വിഷയങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് മാനേജേഴ്സുണ്ട്. ഇതിൻ്റെ മാനേജർ, പ്രൊഡക്ഷൻ, സെയിൽസ്, പാർട്സ്, ലോക്കൽ പർച്ചേസ്, ഓരോന്നിനും. നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രിക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അഡ്വൈസേഴ്സുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് അഡ്വൈസറുണ്ട്, ബുദ്ധമതത്തെപ്പറ്റി അഡ്വൈസറുണ്ട്, ഓരോ സ്റ്റേറ്റിനെ പറ്റി അഡ്വൈസറുണ്ട്, മിഡിൽ ഈസ്റ്റിനെ പറ്റി പറയാൻ അഡ്വൈസറുണ്ട്. അദ്ദേഹം എല്ലാം പഠിക്കാനൊക്കത്തില്ല. അപ്പോൾ ഹെൻറി ഫോർഡ് പറഞ്ഞു, എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അറിയാവുന്നവരെ എൻ്റെ കൂടെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടി, വലിയ അവാർഡാണ് കേട്ടോ. ഹല്ലേലൂയ. ഇതാ യെശയ്യാവിൻ്റെ പുസ്തകം എവിടെയാണ്? ഞാൻ ഇന്നലെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം. നിങ്ങൾക്കെല്ലാം, ദേവദാസന്മാർക്ക് എല്ലാവർക്കും അറിയാം. 6-ാം അധ്യായം. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമായുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഏത് കർത്താവാണ്? യഹോവയായ കർത്താവല്ല, പുത്രനായ കർത്താവ് യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ യേശുവും പരിശുദ്ധാത്മാവും വെളിപ്പെട്ടിട്ടില്ല. ഞാനൊരു ബൈബിൾ ടീച്ചറല്ല കേട്ടോ, ഞാൻ റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. ഐ എം എ വില്ലേജ് പ്രീച്ചർ. എങ്കിലും വേദപുസ്തകം പഠിക്കാൻ ഞാൻ ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യകാലത്ത് ഞാൻ കട്രായിലായിരിക്കുന്ന സമയത്ത് ഞാനൊരു കഠിനാധ്വാനിയാണ്. രാവിലെ 6 മണിക്ക് ട്രാക്റ്റ് കൊടുക്കാൻ പോകും, വൈകിട്ട് തിരിച്ചു വരത്തുള്ളൂ. എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കും. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കും. ഞങ്ങളുടെ അടുക്കൽ പോലീസ് IG-യുടെ ഒരു തോട്ടമുണ്ട്, പേരത്തോട്ടം. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് ഒരു ചാക്ക് വിരിച്ച്, അന്ന് എനിക്ക് വേറെ പായ് ഒന്നും വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല, പായില്ല. ഒരു ചാക്ക് വിരിച്ചിട്ട് ആ ചാക്കയിലിരുന്നുകൊണ്ട് ഞാൻ വേദപുസ്തകം പഠിച്ചു. ആരുടെ? YSKLൻ്റെ പുസ്തകങ്ങൾ വാങ്ങിച്ചു വായിച്ചു, ഫാസ്റ്റർ PD ജോൺസൻ്റെ പുസ്തകങ്ങൾ വരുത്തി വായിച്ചു, IPCയുടെ മാസിക വരുത്തി വായിച്ചു, ഉദയനക്ഷത്രം വാങ്ങിച്ചു വായിച്ചു പഠിച്ചു. എല്ലാം വെച്ചിട്ട് ഞാൻ പഠിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ചു. അപ്പം നമ്മളെല്ലാവരും ബൈബിൾ പഠിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കണം. ഉസ്സിയ രാജാവ് മരിച്ച നാളിൽ സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയുമിരിക്കുന്ന യേശു കർത്താവിനെ കണ്ടു. പഴയ നിയമത്തിൽ യേശുവും പരിശുദ്ധാത്മാവും വെളിപ്പെട്ടിട്ടില്ല, സംസാരിച്ചു പോകുന്നേ ഉള്ളൂ. പുതിയ നിയമത്തിലാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇരിക്കുന്നത് കണ്ടു. എപ്പോഴാണ്? ഉസ്സിയ രാജാവ് മരിച്ചപ്പോൾ. ആരാണ് ഉസ്സിയ രാജാവ്? ഈ പ്രവാചകൻ്റെ സപ്പോർട്ടറാണ്. അദ്ദേഹമാണ് ചോറ് കൊടുക്കുന്നത്. സപ്പോർട്ടർ മരിച്ചപ്പോൾ ദൈവത്തെ കണ്ടു. ഞാൻ പറയുന്നത് നമ്മുടെയും സപ്പോർട്ടർമാരൊക്കെ ചിലപ്പോൾ ഒന്ന് ചാവുന്നത് നല്ലതാണ്. അന്നേരം നമ്മൾ ഉപസിക്കാതെ. എൻ്റെ ഒരു സുവിശേഷ വിലക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെയുള്ള സുവിശേഷക്കാരല്ല, വേറൊരാളുടെ സുവിശേഷ വിലക്കാരൻ പറഞ്ഞു, ഞങ്ങൾ കഴിയുന്നതും സപ്പോർട്ട് അയക്കുന്ന കൂട്ടത്തിലാണ്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണം കുറഞ്ഞു, 60%, 100% നിന്ന് 60%. അപ്പം ഞാനൊരു ഒരു അഭിപ്രായം പറഞ്ഞു. മർത്തോമാ സഭക്കാർ 20% സപ്പോർട്ട് കുറച്ചു അച്ഛന്മാരുടെ, നമുക്കും കുറയ്ക്കാം. എൻ്റെ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു, മർത്തോമാക്കാർക്ക് കാര്യം നടക്കും. വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾക്ക് വിശ്വാസികൾ ഒരാൾ അവിടെ, 2 പേര് ഇവിടെ, 3 പേര് അവിടെ, അവർ വന്നില്ലെങ്കിൽ സപ്പോർട്ട് കുറയ്ക്കല്ലേ. ഞങ്ങളുടെ മറ്റു പല പദ്ധതികളും കുറച്ചിട്ട്
സപ്പോർട്ട് മുഴുവൻ കൊടുത്തു. എന്നാൽ വേറൊരു മിഷനിലെ ഒരു സുവിശേഷ വേലക്കാരൻ പറഞ്ഞു, അവർക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അവർക്ക് അവരുടെ മിഷൻ റിപ്പോർട്ടിൽ നിന്ന് എഴുത്തു വന്നു, ഈ മാസത്തിൽ രൂപ ഇല്ല. എല്ലാവരും വലിയ കാര്യമാക്കിയില്ല, അടുത്ത മാസം വരും. രണ്ടാമത്തെ മാസത്തിലും എഴുത്തു വന്നു, ഈ മാസത്തിലും രൂപ ഇല്ല. അന്ന് എഴുത്ത. മൂന്നാമത്തെ മാസത്തിൽ അതുവരെ കടമൊക്കെ വാങ്ങിച്ചു. കടം വാങ്ങിക്കരുത്, ഇന്ന് വരെ ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. കടം വാങ്ങിച്ച പിന്നെ ദൈവത്തിൻ്റെ സഹായം നിനക്ക് ആവശ്യമില്ല, കടയുണ്ടല്ലോ. കടം വാങ്ങിക്കാത്തപ്പോഴേ ദൈവം സഹായിക്കത്തുള്ളൂ. അന്നേരമായിരിക്കും ചിലപ്പോൾ ഒരു അക്രൈസ്തവൻ, ഒരു ക്രിസ്തു വിരോധി, നിങ്ങളോട് ദേഷ്യമുള്ള ഒരു നാമധേയ ക്രിസ്ത്യാനി ആഹാരം കൊണ്ട് തരുന്നത്. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പിന്നെ അതിനാ ദൈവം സഹായിക്കുന്നത്. ഇന്ന് വരെ എൻ്റെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുമ്പം നടുക്ക് വന്നപ്പം ഒരു ചട്ടി സിമെൻ്റ് ഇല്ല. മേസ്ത്രി എൻ്റെയൊക്കെ പറഞ്ഞു, ഒരു ചട്ടി സിമെൻ്റ് കൂടെ വേണമെങ്കിൽ ഈ നടുക്കിലത്തെ ഓട്ട അടയത്തുള്ളൂ. ഞാൻ പറഞ്ഞു പണി നിർത്തിയാറ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വയസ്സൻ മേസ്ത്രിയാണ്. അയാളുടെ കരണ്ടി എടുത്ത് താഴോട്ട് ഒരൊറ്റ ഏറ്. ഈ ബുദ്ധിയില്ലാത്ത ഉപദേശിയുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഗതികേട് എനിക്കുണ്ടായല്ലോ. അയാൾ എന്നെ പഠിപ്പിച്ചു, ഇത് 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും ഓട്ട അടയ്ക്കാനൊക്കത്തില്ല, ഇത് ഒന്നിച്ച് കൊണ്ടു പോകേണ്ടതാണ്, പിന്നെ ഓട്ട അടയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനും അത് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു കെട്ടിടം പണിതാണ്, എൻ്റെ പപ്പായുടെ കെട്ടിടം ഞാനിവിടെ നിന്നാണ് പണിത്. ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും അറിയാം, പക്ഷേ എൻ്റെ പൈസ ഇല്ല. ദൈവം സാക്ഷി ഞാനീ പറയുന്നത്. ഞാനിവിടെ നിൽക്കുന്നു, അവരെല്ലാവരും ജോലി ചെയ്യുന്നു, എൻ്റെ മക്കളൊന്നും സ്കൂളിൽ പോയില്ല. അന്ന് എല്ലാവരും നിൽക്കുന്നു, ലില്ലി നിൽക്കുന്നു, എല്ലാവരും കൂടെ പണിയാണ്. എല്ലാവരും പണി നിന്നു. സിമെൻറ്റ് വയ്ക്കുന്ന കടക്കാരൻ പുറകിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അപ്പം ഏക്ക് ശബ്ദ് ബോൾതോ ഏക്ക് ട്രക്ക് സിമെൻറ്റ് അമ്മ അൺലോഡ് കരേങ്കെ. ഒരൊറ്റ വാക്ക് പറയാമെങ്കിൽ 1 ട്രക്ക് സിമെൻറ്റ് കൊണ്ട് തരാം എന്ന് പറഞ്ഞില്ല, വാങ്ങിക്കത്തില്ല. ദൈവം തന്നില്ലെങ്കിൽ എനിക്കെന്തോ തലവേദന. തലവേദന അവൻ്റെ അല്ലേ, എൻ്റെ ആണോ? ഞാൻ എനിക്ക് വേണ്ടി വീട് പണിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി പണിയാണോ? അല്ല. അയാൾ അന്നേരം മേശരി ഈ കരണ്ടി എറിഞ്ഞ് വെച്ച് ഒരൊറ്റ പോക്ക്. അയാൾ പോന്നിട്ട് ഒന്ന് കരണ്ടി എടുത്തുകൊണ്ടാണ് പോയത്. അത്രയും കഴിഞ്ഞ് വന്നിട്ട് അങ്ങ് ദൂരെ നിന്ന് വരാൻ ഞാൻ കാണിക്കാം ഇവിടുന്ന്. അന്ന് ഒരുത്തനൊരു ഒരു 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 വലിയ സിമെൻറ്റ് ചാക്ക് എടുത്തുകൊണ്ട് വരുന്നു. പണി നിർത്തല്ലേ, പണി നിർത്തല്ലേ, എൻ്റെ ഈ സിമെൻറ്റ് കൂടെ വാങ്ങിച്ചിട്ടേ പണി നിർത്താവേ. ഞങ്ങളുടെ ഓട്ട അടഞ്ഞു. കടം വാങ്ങിക്കരുത്. ദൈവം എന്നെ ഒന്ന് പരീക്ഷിച്ചായിരിക്കും. 1 ട്രക്ക് സിമെൻ്റ് ഇറക്കാമെന്ന് കടക്കാരൻ പറയുന്നു. അത് നമ്മുടെ സപ്പോർട്ടർ ചിലപ്പോൾ ഒന്ന് മരിക്കണം. രൂപ തരാമെന്ന് പറഞ്ഞു ഒരു തരത്തിലെന്ന് പറയണം. അന്നേരം നമ്മൾ കർത്താവിനെ കാണും. സറാഫുകൾ അവൻ്റെ ചുറ്റും നിന്ന് ഒരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. സാറാഫ് എന്ന് പറയുന്നത് ദൈവദൂതന്മാരുടെ ഒരു ഗണമാണ്. എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഒത്തിരി കാണുമായിരിക്കാം. ദൈവദൂതന്മാർ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഒത്തിരി സാറാഫുകൾ അധികം ഉള്ളതായിട്ട് തോന്നുന്നില്ല. സാറാഫുകൾക്ക് മാത്രമേ ചിറകുള്ളതായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവദൂതന്മാർക്ക് ചിറകുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ ഒരാൾ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവദൂതൻ വന്നു, എൻ്റെ മുറി വന്നിരുന്നു, അതുകൊണ്ട് ആ സ്വർഗദൂതൻ്റെ തൂവലായതെന്ന്. അപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെയും കിടക്കുന്ന ഒരു പരുന്തിൻ്റെ ചിറക്. ഞാനതുകൊണ്ടൊന്ന് പ്രസംഗിക്കുന്ന ആണ്ടൊക്കെ പറഞ്ഞതാണ്. ഞാനും വെളിയിലോട്ട് ഇറങ്ങിയപ്പം ദൈവദൂതൻ്റെ കണ്ട, പക്ഷേ അതിൻ്റെ പേര് പരുന്തെന്നാണ് കൊടുത്തത്. അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ. അബദ്ധത്തിൽ ഞാൻ പറഞ്ഞില്ല, ദൈവദൂതന്മാർക്ക് ചിറവുണ്ടെങ്കിൽ ചിറകിലെ തൂവൽ പറഞ്ഞു വീഴുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ ഷറാഫുകൾക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന ദൈവത്തെ സൂക്ഷിക്കുകയാണ്. 4 ചിറക് സ്വന്തം ശരീരത്തെ മൂടാൻ, 2 മാത്രം ദൈവവേലയിൽ. കൂടുതൽ ശുദ്ധീകരണം, കുറച്ച് പ്രവർത്തനം. ഞാൻ നേരത്തെ പറഞ്ഞു 10 ദിവസം വർഷം തോറും ഉപവസിക്കുന്നു. എന്തിനാ? ശുദ്ധീകരണം. 10 മതിയോ? അല്ല, ഇവിടെ വേണം. ഒരുത്തനോട് അവർ വിളിച്ചു പറയുകയായിരുന്നില്ല. ഒരുത്തനോട് ഈ ഷറാഫുകൾ എത്ര പേരുണ്ട്? ഷറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. അവർക്ക് നമുക്കറിയത്തില്ല. ഒരുത്തനോട് പറഞ്ഞു,
2 പേരുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അത് സമാഗമന കൂടാരത്തിൻ്റെ അവിടെ ഇവിടെ എനിക്കൊന്ന് പറയുന്നു, ഒരുത്തനോട് പറഞ്ഞു, അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 4-ാമത്തെ കാര്യം, അവൻ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം. അവൻ്റെ വസ്ത്രം അവിടെ കിടക്കുന്നെന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ വസ്ത്രമൊന്നും അല്ല കേട്ടോ. എൻ്റെ ഉടുപ്പിൻ്റെ അറ്റം ഈ മണവാട്ടി നടന്നു പോകുമ്പം അവരുടെ വസ്ത്രത്തിൻ്റെ അറ്റം ഇങ്ങനെ കിടക്കുന്നത് പോലെ കിടന്നൊന്നുമല്ല, അവൻ്റെ മഹത്വത്തിൻ്റെയാണ്. നമ്മളുടെ വീടും നമ്മുടെ പരിസരവും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാനൊരു കള്ളുകൂപ്പി പോലും എൻ്റെ വീട്ടിൽ വെക്കത്തില്ല. ഒഴിഞ്ഞ കള്ളുകൂപ്പി, അല്ലാത്ത കള്ളുകൂപ്പി അല്ല. ആരെങ്കിലും, എനിക്ക് തേൻ വലിയ ഇഷ്ടമാണ്. എൻ്റെ ഭാര്യ പറയും, എന്നെ പിഴിയാമെങ്കിൽ 10 കൂപ്പി തേൻ കിട്ടുമെന്ന്. തേൻ വലിയ ഇഷ്ടമാണ്. രാവിലെ കട്ടൻ ചായക്കകത്ത് ഇച്ചിരി തേൻ ഒഴിച്ച് കുടിക്കും ഞാൻ. അതറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ തേൻ കൊണ്ടുതരും. ചിലപ്പോൾ അത് കൊണ്ടുതരുന്നത് ഒരു കള്ളുകുപ്പിക്കകത്തായിരിക്കും, അവർക്ക് കിട്ടിയ കള്ളുകുപ്പി. ഇപ്പോഴാണ് നമുക്കിഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കിട്ടുന്നത്. അത് കിട്ടാത്ത കാലത്ത് അവർ കുടിച്ച കള്ള് കുടിച്ചതല്ല, എവിടുന്ന് വാങ്ങിച്ചാണ്. ഞാൻ ഉടനെ തന്നെ അത് വേറൊരു കുപ്പിയിലോട്ട് എടുത്ത് വെച്ച് കളയും. ചോദ്യം, ഒരു കള്ളുകുപ്പി വെച്ചിരുന്ന വല്ലതും കുഴപ്പമുണ്ടോ? അല്ല, കള്ളുകുപ്പിയല്ലയോ. പക്ഷേ എനിക്ക് ദൈവം വിവേകം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും പുസ്തകങ്ങൾ വായിച്ചും ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ വാർഫൈറ്റ് എന്നുള്ള വിഷയം അറിയണമെന്ന് ആഗ്രഹമുള്ളവർ വായിക്കേണ്ട പുസ്തകം ഡെറിക് പ്രിൻസിൻ്റെ പുസ്തകമുണ്ട്, വാച്ച്മാനിയുടെ ഉണ്ട്. അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഡെറിക് പ്രിൻസിൻ്റെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് ഇച്ചിരൊക്കെ അറിയാമായിരുന്നു. അറിയാൻ വയ്യാത്തതിന് ദൈവം എൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ട് തരും. അത് വായിച്ചപ്പോൾ എനിക്കൊരു മനസ്സിലായി. എൻ്റെ വീട്ടിലൊരു പ്ലംബർ വന്നു, പൈപ്പ് ശരിയാക്കുന്ന ആൾ. മലയാളം വാക്ക് എനിക്ക് വേറെ അറിയത്തില്ല. ഒരു പ്ലംബർ വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് കയറി വരിക. അയാളുടെ കൂടെ ഒരു 25 ശാശം ഉണ്ടായിരുന്നു വിചാരിച്ചോ. ബിസ്കിയുടേത്, ബ്രാൻഡിയുടേത്, ബിയറിൻ്റെ, ഇതൊക്കെ ഓരോന്നാണ് കേട്ടോ, എല്ലാം ഒന്നല്ല. പിന്നെ വൃത്തികേടിൻ്റെ ഒരു 10-25 പിശാച് ഇയാളുടെ കൂടെ കയറി വരികയാണ്. അതിനകത്ത് ഒരു പിശാച് വിചാരിക്കുക, ഇതൊരു നല്ല വീടാണല്ലോ, ഇവിടെ വേറെ ഭൂതങ്ങളൊന്നുമില്ല, നമുക്കിവിടെ അങ്ങ് താമസിക്കാം. അതുകൊണ്ട് ഒരുത്തനങ്ങ് താമസിച്ചു. വിസ്കിയുടെ, വൈനിൻ്റെ, വിസ്കിയുടെ ബാക്കി എല്ലാ ഭൂതവും ഈ പ്ലംബർ പോയപ്പോൾ അങ്ങ് പോയി. ഈ കുപ്പി, അതിന് താമസിക്കാൻ ഒരു വീട് വേണം. ഞാൻ ഭൂതമൊക്കെ ഇറക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇതെൻ്റെ വീട് ഇറങ്ങത്തില്ല. എന്താ കാര്യം? അവിടെ ഒരു വിളക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്, അവിടെ ഒരു ദേവതയുടെ കുഴിച്ചിട്ടുണ്ട്, ഇറങ്ങത്തില്ല. അല്ലെങ്കിൽ കഴുത്തെ കെട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ഇറങ്ങത്തില്ല. അതൊരു വീടാണ്. അപ്പം ഇത് വീടാക്കി താമസിക്കുക ഇല്ലേ? യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ പറഞ്ഞു, ആണ്ട് ആ പന്നിയുടെ അതിന് പോകാൻ ഒരു കാരിയർ വേണം, ഒരു വീട് വേണം. അപ്പോൾ ഇതിനകത്ത് താമസിക്കാൻ അവകാശമുണ്ട്. ഞാൻ പാസ്റ്റർമാരുടെ അടുക്കൽ സംസാരിക്കും, എനിക്ക് അറിയാൻ വയ്യാത്ത വിഷയമൊന്നുമല്ല, ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്താണ്. വിചാരിച്ചു ഒരു ദിവസം ഞാനങ്ങ് നിരാശനായി. ഞാൻ പോട്ടെ, എൻ്റെ മകനങ്ങ് നിരാശനായി. ഇപ്പം അന്നേരമായിരിക്കും ആരെങ്കിലും പറയുന്നത്, ഒത്തിരി നിരാശ വരുമ്പം ഇച്ചിരി വിസ്കി കുടിച്ചാൽ നല്ല ഉറക്കം വരും. പിശാചം. അപ്പം നമ്മുടെ വീട് ശുദ്ധീകരിക്കണം, നമ്മുടെ അടിസ്ഥാനം വരെ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അവസരങ്ങളുള്ള ഒരു മനുഷ്യൻ. വീട് ശുദ്ധീകരിക്കണം. ശുദ്ധിയില്ലാത്ത അവസരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 6 ചിറകുള്ള വ്യക്തി, ദൂതൻ പറയുകയാണ്, അവനെ തന്നെ കണ്ടു. നാമും ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മളെ തന്നെ കാണണം. നമ്മുടെ ജീവിതത്തിനകത്ത് തകരാറ് കാണണം. നിരപ്പ് പ്രാപിക്കാൻ ശ്രമിക്കണം. അത് ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം. കുറ്റബോധം വരുമ്പോൾ ഒരു ദിവസം എൻ്റെ 2ാമത്തെ മകൻ, എൻ്റെ മൂത്ത മകൻ ഒരു ഇമെയിൽ അയച്ചു. അബദ്ധവശാൽ അതെനിക്കും വന്നു. ഈ ഇമെയിലിനൊക്കെ ഒരു തകരാറുണ്ട്. സെൻഡ് എന്നുള്ളതിന് പകരം സെൻഡ് ടു ആൾ എന്നായിപ്പോയോ എല്ലാവർക്കും ചൊല്ലും. അങ്ങനെ എൻ്റെ മോൻ അയച്ച ഒരു ഇമെയിൽ എനിക്കും കിട്ടി. അവൻ അതിനകത്ത് എഴുതിയിരുന്നു, വലിയ ചായ, എനിക്ക് ഡാഡിയെ ഭയങ്കര പേടിയാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, ഡാഡിക്ക് ദേഷ്യം വരുമ്പോൾ, സ്നേഹിക്കുമ്പം ചിരിക്കുകയൊക്കെ ചെയ്താലും ദേഷ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം മമ്മിയെ കാപ്പി കൊണ്ട് കൊടുത്ത കപ്പെടുത്ത് എറിയുന്നത്. എനിക്ക് പേടിയാ ഡാഡിയെ. ഞാൻ വായിച്ചു,
എനിക്കിന്നും ഓർമ്മയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കപ്പെടുത്ത് എൻ്റെ ഭാര്യ അറിയാമെന്ന്? ഇത്ര വിശുദ്ധനായ മനുഷ്യൻ എനിക്കിപ്പോഴും ഓർമ്മയില്ല. അപ്പം ഞാൻ വൈകുന്നേരം ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന, 2 കുടുംബ പ്രാർത്ഥനയുണ്ട്. 1 മക്കളുമായിട്ട്, 2 എൻ്റെ കിടക്കയിൽ പോയിട്ട് ഞാൻ ലില്ലിയും കൂടെ പ്രാർത്ഥിക്കും. നിങ്ങളെൻ്റെ ഒരു പ്രസംഗം കേൾക്കണം, ആദിയിൽ ദൈവം, അസാധാരണ ബൈബിൾ ക്ലാസ്. ഒരു സായിപ്പും പഠിപ്പിക്കാത്ത ദൈവം പഠിപ്പിച്ച ഇതാണ് ആദിയിൽ ദൈവം. അപ്പോൾ ആ കുടുംബ പ്രാർത്ഥന ലില്ലിയെടുക്ക് ഞാൻ ചോദിച്ചു, അല്ല ഞാൻ ലില്ലിയും കൂടെ കിടക്കയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ലില്ലി, ഞാൻ തന്നെ കാപ്പിക്കപ്പെടുത്ത് എറിഞ്ഞു. നോക്കിയ സ്ത്രീകൾക്കുള്ള കൃപ അതാണ് കേട്ടോ. നമ്മൾ നല്ല കാര്യം ചെയ്താലൊക്കെ ഒക്കെ മറന്നുപോകും. നമ്മൾ ചെയ്യാതിരുന്നത് അവർക്ക് നല്ല ഓർമ്മ ഹാർഡ് ഡിസ്കിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുക. എന്നായിരുന്നു എല്ലാവർക്കും അറിയാം, ഡേറ്റ് വരെ അറിയാം. പറഞ്ഞു ഒരു ദിവസം കുഞ്ഞുങ്ങളൊക്കെ പള്ളിക്കൂടത്തിൽ പോവാണ്. അന്നേരം എൻ്റെയൊക്കെ പറഞ്ഞു കാപ്പി വേണം. ഞാൻ എളുപ്പം പോയി കാപ്പി ഉണ്ടാക്കി. കുഞ്ഞുങ്ങളുടെ ടൈയൊക്കെ നേരെയാക്കി വെച്ച് വന്നപ്പോഴത്തേക്ക് കാപ്പി തണുത്തു പോയി. തണുത്ത കാപ്പി തന്നപ്പം ഒരൊറ്റ ഏറെറിഞ്ഞു. സഹോദരിമാർ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വീട്ടിൽ വരുമ്പം എനിക്ക് തണുത്ത കാപ്പി തരരുത്, 101 ഡിഗ്രിയുള്ള കാപ്പിയെ തരാവും കേട്ടോ സാറേ. 10-ാം തീയതി വരുമ്പം ഭാര്യയെടുക്ക പറഞ്ഞേക്കണം. 10-ാം തീയതി സാറിൻ്റെ വീട്ടിലായാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു കൊണ്ടോ? അച്ഛൻ എറിയാനറിയത്തില്ലല്ലോ, പിന്നെ ഇവിടെ കൊള്ളുന്നേ. എനിക്ക് നാണം വന്നു. ഞങ്ങൾ 2 പേരും കട്ടിലിരിക്കുക. PG വർഗീസ് ഭാര്യയെ കപ്പെടുത്തെറിഞ്ഞു. എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചു, ക്ഷമ ചോദിച്ചു. പക്ഷേ അടുത്ത ദിവസം മനസ്സിനകത്ത് വലിയൊരു അങ്കലാപ്പ്. അപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി എന്താ കാര്യമെന്ന്. മക്കൾ കാങ്കിയ എറിഞ്ഞത്. പരസ്യമായ തെറ്റ് പരസ്യമായിട്ട് ഏറ്റു പറയണം. അതുകൊണ്ട് അടുത്ത ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ മക്കളുടെ കേൾക്കാൻ ഞാൻ ചോദിച്ചു, ലില്ലി, ഞാൻ കപ്പെടുത്തെറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞായിരുന്നു. അത് കൊണ്ടില്ലായിരുന്നല്ലോ? ഇല്ല. ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു. മക്കൾ കേക്ക്. ചിലർ വിചാരിക്കുക എന്തിനാ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നേ, മണ്ടത്തരമായിപ്പോയി. നിങ്ങളുടെ ടേൺ വരുന്നുണ്ട്, സഹോദരിമാരുടെയും ടേൺ വരുന്നുണ്ട് കേട്ടോ കുറേ. അന്നേരം ഞാൻ അടുത്ത ദിവസം എൻ്റെ മനസ്സിനകത്ത് പിന്നെ ഒരു അങ്കലാപ്പ്. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, പരസ്യമായിട്ട് മക്കൾ ചോദിച്ചു. പക്ഷെ തെറ്റ് ചെയ്തത് ഭാര്യയോട് ക്ഷമ ചോദിച്ചില്ല. അന്ന് രാത്രി ഞാൻ ലില്ലിയും കൂടെ പ്രാർത്ഥിക്കാൻ കട്ടിലിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ലില്ലി, ഞാൻ തന്നോട് ക്ഷമ ചോദിച്ചോ? ഇല്ല. അവൾക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ പറഞ്ഞു, ലില്ലി, ഞാൻ ക്ഷമ ചോദിച്ചു. അയ്യോ, ഞാൻ അന്നേ ക്ഷമിച്ചു. ഞാൻ പറഞ്ഞല്ല, വേദപുസ്തകത്തിൻ്റെ തത്വപ്രകാരം നീ ഭൂമിയിൽ കെട്ടിയിരിക്കുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ അഴിക്കുമ്പം മാത്രമേ അവിടെ അഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ചു. അപ്പം നമ്മളെ തന്നെ കാണണം. ആർക്കെങ്കിലും രൂപ കൊടുക്കാനുള്ളതായിരിക്കാം. എൻ്റെ പപ്പ രൂപ നയിച്ചു. ഞാൻ ഒളിച്ചോടി പോയിട്ട് തിരിച്ചോ, നീ കടയിൽ രൂപ കൊടുക്കാനുണ്ടോ? ഉണ്ട്, 2 കടയിൽ രൂപ കൊടുക്കാനുണ്ട്. എത്ര രൂപ? 6 രൂപ, 12 രൂപ. എന്നെ കൊണ്ട് കൊടുപ്പിച്ചു. എൻ്റെ മൂത്ത മകൻ പറയുന്ന ഒരു നല്ല കഥയുണ്ട്. നല്ല കഥ. അവനാ കുറച്ചുകൂടെ നന്നായിട്ട് പറയാനറിയുന്നത്. വീട്ടിൽ പട്ടിണി, വിശക്കുന്നു, ആകെ വിഷമം. അവനവിടുത്തെ തൊട്ടപ്പുറത്ത് കടയാണ്. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി അപ്പുറത്ത് കടകളാണ്. കടകളിലൊക്കെ അക്രൂട്ട്, വാൾനട്ട് വെച്ചിരിക്കുക, ബദാം വെച്ചിരിക്കുകയാണ്. വേറെ 1-2 സാധനങ്ങളൊക്കെ ചാക്കിനകത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. കാരണം വരുന്ന പിൽഗ്രിംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. അവനവിടെ ചെന്ന്, അവനെത്ര വയസ്സാണ്? 3 വയസ്സ്. 3 വയസ്സ്. അവനങ്ങോട്ട് ചെന്ന് ചാക്കിനകത്തുനിന്ന് 3-4-5 അക്രൂട്ട് എടുത്ത് പോക്കറ്റിട്ടു. ഇവിടെ വന്നപ്പുറത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ ആളുകൾ പഴവും ബർഫിയും ഒക്കെ കൊണ്ടുവെക്കും. കുരങ്ങ് തിന്നും. അവനെടുക്കാനൊക്കത്തില്ല. അത് കാണുമ്പം വിശപ്പ് കൂടും. അന്നേരം അങ്ങോട്ട് അവിടുന്ന് തല്ലി പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ പുസ്തകം വെച്ച് 1 മണിക്ക് ഇങ്ങോട്ട് വരുന്ന ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. വീട്ടിൽ ചോറില്ല. ഞാൻ കണ്ടു, എന്തുവായി തിന്നുന്നത്? അക്രൂട്ട്.
എവിടുന്ന് കിട്ടി? കടയിൽ നിന്ന് എടുത്തു. ബാ, അടിച്ചൊന്നുമില്ല. ഞാൻ ആ കടക്കാരൻ്റെ കിച്ചെന്ന് പറഞ്ഞു, വിശക്കുന്നെന്ന് പറഞ്ഞില്ല, എൻ്റെ മോൻ അക്രൂട്ട് എടുത്തു, ക്ഷമിക്കണം, അതിൻ്റെ പൈസ ഞാൻ പിന്നെ തരാം. 2 എണ്ണവും പൊട്ടിച്ചു തന്നു ബാക്കിന്ന്. എൻ്റെ മോൻ പറയും, എന്നെ പഠിപ്പിച്ചതിനകത്ത് ഏറ്റവും വലിയ ബൈബിൾ ക്ലാസ് അതായിരുന്നു. പരസ്യമായിട്ട് ആ കടക്കാരൻ്റെ കിച്ചെന്ന് പറഞ്ഞു എൻ്റെ മകൻ. അവൻ്റെ ലജ്ജയായിരുന്നു അടുത്ത ദിവസം തൊട്ട് അതിൽ കൂടെ പോകാൻ. അന്നേരം അവൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതിൽ കൂടെ പോകുന്നേ. ലജ്ജിച്ചാലും വേണ്ടിയില്ല, സ്വർഗത്തിൽ കിടക്കുന്ന കുറേ റെക്കോർഡുകളൊക്കെ തൂത്തുകളയുന്നതാണ് നല്ലത്. സ്വർഗത്തിലുള്ള നെഗറ്റീവ് ഡാർക്കൻഡ് റിപ്പോർട്ട്സ് നമ്മളെ കാണണം. ഹല്ലേലൂയ. അറിയണം, നമ്മളെ കാണണം. സ്വയം കണ്ടു. 6-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തു നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. എന്താ കാര്യം? എൻ്റെ അധരങ്ങൾ, അശുദ്ധിയുള്ള അധരങ്ങൾ. ഏത് അശുദ്ധിയുണ്ടായത്? അലസോട്ട് വിളിച്ചാണോ? അല്ല. കള്ളു പിടിച്ചാണോ? അല്ല. പറയുന്നത് കേട്ടോ, അതിൽ സുവിശേഷം പറയാനുള്ള ഇസ്രായേൽ ജനത്തോട് പറയേണ്ട വിധത്തിൽ പറഞ്ഞില്ല. ഞാനും നീയും കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനും നീയും കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ പറയാനുള്ളവർ പറയണം. അത് കേട്ടിട്ട് ഒരു സാറാഫ് ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എവിടുത്തെ തീക്കനലാണ്? യാഗപീഠത്തിൽ നിന്ന്. യാഗപീഠത്തിൽ എന്താണ്? അവിടെ തീയുണ്ട്, തീയുടെ മേളിൽ യാഗമൃഗമുണ്ട്, ചോര ഇറ്റിറ്റ് വീഴുന്ന അവിടുന്ന് ഒരു തീക്കനൽ. കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട തീക്കനൽ. മന്ത്രത്തിൻ്റെ തീക്കനലല്ല, മാജിക്കുകാരൻ്റെ തീക്കനലല്ല. പിന്നെയോ കുഞ്ഞാടിൻ്റെ രക്തം വീണ തീക്കനൽ. നമ്മുടെ ആദരണം. ശുദ്ധീകരണം നടക്കട്ടെ. ശുദ്ധീകരണം വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല, 1 മിനിറ്റ് കൊണ്ട് നടക്കുന്ന സംഭവമല്ല. PG വർഗീസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന കാര്യമല്ല. വലിയ എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് വലിയ ദൈവദാസന്മാരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബില്ലി ഗ്രഹാം തലയിൽ കൈവച്ചില്ല, എങ്കിലും എനിക്ക് ഷേക്കേണ്ടതായിരുന്നു. കൈവെക്കരുതെന്ന് ഓർഡർ ഉണ്ടായിരുന്നു. പോൾ യോങ്കിച്ചോ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല എന്നെ ശുദ്ധീകരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം, അത് നമ്മൾ തൊടണം. അത് അവൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. 8-ാമത്തെ വാക്യം. അവൻ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. പെണ്ണിനെ നോക്കിയിരുന്നും വെച്ച് അവരുടെയും കുറ്റമൊക്കെ കേട്ടും വെച്ച് എൻ്റെ ഫോണില്ല, ഫോണിനകത്ത് വന്ന് അയാൾ എന്തുവാ പറഞ്ഞേ, എന്നിട്ട് കർത്താവേ അടിയനോട് സംസാരിക്കണമേ. എടാ, ചെവിക്കകത്ത് ചെവിക്കായം കയറിയിരിക്കുക, പിന്നെ എങ്ങനെ ദൈവം പറഞ്ഞാൽ കേൾക്കുന്നേ? ഇന്ന് വരെ ഞാൻ യേശു കൂടെ ഇരുന്നാൽ കാണാത്ത ഒരു TV പ്രോഗ്രാം കണ്ടിട്ടില്ല. ഇന്ന് വരെ ഞാൻ യേശു കയറിപ്പോകാത്ത ഒരു വെബ്സൈറ്റിൽ കയറിപ്പോയിട്ടില്ല. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. എപ്പോൾ? ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായി, കണക്ഷൻ ശരിയാവണം. പോൾ യോങ്കിച്ചോ എന്നെ പഠിപ്പിച്ചാണ്. ഞാൻ അദ്ദേഹത്തിന് നേരെ മുമ്പിലിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ 1/2 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, അപ്പോഴാണ് ദൈവമായിട്ടൊരു കണക്ഷൻ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കണം. ഇതൊന്നും അല്ലാതെ അങ്ങോട്ട് ചെന്ന് വെച്ചു, നല്ലവനായ കർത്താവേ, ഞാൻ ഇച്ചിരി ധൃതിയിലാണ് കേട്ടോ, ഞാൻ ടെലിവിഷനൊക്കെ കണ്ടങ്ങ് ഇരുന്ന് പോയി, മനോരമയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സമയം ഒത്തിരിയായി, കർത്താവേ നാളത്തേക്ക് പ്രസംഗിക്കാൻ ഒരു സബ്ജക്റ്റ് തരണമേ, ആമീൻ. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ, അവിടെ ഒരു പാസ്റ്ററുണ്ട്, അയാളുടെ കാര്യമാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമായിട്ട് കണക്ഷൻ ആയതിനു ശേഷം എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കാം? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഞാൻ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അടിയനെ അയക്കണമേ. കാരണം ഇത് മിക്കവാറും ചെറുപ്പക്കാരുടെ മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്, കോളേജ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അവർക്കുള്ള ഒരു ആഹ്വാനമാണ്.
ഹല്ലേലൂയ. അപ്പോൾ നാം നമ്മെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സമർപ്പിക്കണം. അതെന്തായിരിക്കാം? അനാഥശാലയിൽ പ്രവർത്തിക്കും ഞാൻ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഓഫീസിൽ പ്രവർത്തിക്കും. കേരളത്തിൽ നിന്ന് എത്ര പേരാണ് എനിക്ക് എഴുത്തരുതെന്നറിയാം. എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾക്ക് MBBS അഡ്മിഷൻ കിട്ടണം. അവളൊരു മെഡിക്കൽ ഡോക്ടറായിട്ട്, ക്രിസ്ത്യൻ മിഷനറി ഡോക്ടറായിട്ട് ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പ്രാർത്ഥിക്കും. ദൈവം പാവമായതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷനും കൊടുക്കും. പക്ഷേ പിന്നെ അവൾ പോകുന്ന എവിടെ? ദുബായിൽ. പ്രാർത്ഥിച്ചതിന് വേണ്ടിയാ? മിഷൻ ഡോക്ടറാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ MBBS പാസ്സായി കഴിയുമ്പോൾ നീ ജോലി ചെയ്തിട്ട് 2 സുവിശേഷ വേലക്കാരെ സപ്പോർട്ട് ചെയ്യാം. ദൈവത്തോട് പറയുന്നത് പാലിക്കാൻ നാം ശ്രമിക്കണം. നമ്മുടെ മക്കളെ സാറിൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, സാറിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്താണ്? സുവിശേഷ വേലക്കാരാണോ പണമാണോ? ഏതാ സാറേ അത്യാവശ്യം? സുവിശേഷ വേലക്കാർ, കാതലുള്ള വേലക്കാർ, മെഡിക്കൽ ഡോക്ടർമാർ, BSc നേഴ്സുമാർ, എൻജിനീയർമാർ, കോളേജ് പ്രൊഫസർമാർ ഉണ്ടാവണം. 10ാം ക്ലാസ് തോറ്റവരല്ല. പഠിത്തത്തിലല്ല കാര്യം. എനിക്കറിയാം. പഠിത്തത്തിലായിരുന്നെങ്കിൽ PG പരീക്ഷ, 10ാം ക്ലാസ് പഠിച്ച PG പരീക്ഷ എവിടെ ഒരു പാസ്റ്റർ ആകുമായിരുന്നു വടക്കേ ഇന്ത്യയിൽ. ഇല്ല. ഞാനും നിങ്ങളൊക്കെ പറയുന്നു, നമ്മളും ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യണം. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി അയക്കും. എൻ്റെ കർത്താവേ, ഞാനൊരു സുവിശേഷ വേലക്കാരനെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ കർത്താവേ, ഞാനൊരു ചർച്ച് പണിയിച്ചു കൊടുക്കാം. എൻ്റെ കർത്താവ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഞാനിത് അയക്കണമേ. 9ാമത്തെ വാക്യം. അപ്പോൾ അരുളിച്ച് നീ ചെന്ന് ജനത്തോട് പറയണം. നീ പറയുന്നത് വളരെ പേടിച്ചു വേണം. നീ പറയുന്നത് ദൈവം ഏറ്റെടുത്തെന്ന് വരാം. നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, പക്ഷെ ദൈവം മനസ്സിലാക്കത്തില്ല. എൻ്റെ വാക്കുകൾ ദൈവം ക്ഷമിക്കട്ടെ. ദൈവം കേൾക്കും, ഒന്നും അംഗീകരിക്കത്തില്ല പറയുന്നത്. എന്നാൽ നീ അതിനകത്ത് പറയുന്ന ഒരു വാചകമായിരിക്കും ദൈവം ഏറ്റെടുക്കുന്നത്. ഞാൻ ഒരിക്കൽ ഓസ്ട്രേലിയയിലാണ്. ഒരു സായിപ്പിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. വലിയൊരു വീട്. ഒരു കോൺഫറൻസ് നടത്തുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടി അവരെടുത്തിരുന്നത്, അവരെവിടെയെങ്കിലുമൊക്കെ കോൺഫറൻസ്, ചിലപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അവർക്ക് പല മുറി വേണം. വർക്ക്ഷോപ്പ് നമ്പർ 1 വർക്ക്ഷോപ്പിന് ഒരു വലിയ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചു കളയാം. അവരവിടെ ഇല്ല. അവർ രാവിലെ 6 മണിക്ക് പോകും, വൈകിട്ട് 6 മണിക്കേ വരത്തുള്ളൂ. ഒരു കോൺഫറൻസ് നടത്താൻ പോവാണ്. അവരെനിക്ക് വേണ്ടുന്ന ആഹാരമെല്ലാം അവിടെ ഉണ്ടാക്കി വെക്കും. സായിപ്പന്മാരുടെ ആഹാരം വളരെ എളുപ്പമാണ്. അല്ല, ഫ്രിഡ്ജിനകത്തിരിക്കും, എടുത്ത് വെച്ച് കഴിച്ചാൽ മതി. ബ്രെഡും ബട്ടറും ജാമും കാപ്പി എല്ലാം ഉണ്ടാക്കി വെക്കണം. എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയാം അത്യാവശ്യത്തിന്. അപ്പം ഞാൻ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഞാൻ തറയിൽ മുട്ടുകുത്തി. അന്ന് വയറിത്ര ഇല്ലാത്തതുകൊണ്ട് മുട്ടുകുത്താൻ എളുപ്പമാണ്. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെയൊക്കെ പറഞ്ഞ, കർത്താവേ, വടക്കേ ഇന്ത്യ സുശേഷീകരിക്കപ്പെടണം. ഞാൻ എന്ത് വില കൊടുക്കണമെന്ന് പറഞ്ഞാട്ടാ. ഞാൻ വികാരഭരിതനായിരുന്നു. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. പെട്ടെന്ന് ഞാൻ ഭയന്നുപോയി. ദൈവം എൻ്റെ ഭാര്യയെ ചോദിച്ചാൽ, ദൈവം എൻ്റെ മക്കളെ ചോദിച്ചാൽ ഭയന്നുപോയി. പക്ഷേ ഭാരത സുവിശേഷീകരണവും ഇതും കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യു ആസ്ക് ഐ വിൽ ഗിവ്. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഒരു വല്ലാത്ത സമർപ്പണമാണ്, എനിക്കറിയാം, എനിക്കത് മനസ്സിലാവും. പക്ഷെ ഒന്നുമല്ലെങ്കിൽ നിങ്ങളും ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി അയക്കാം. ഞാനൊരു ചർച്ച് പണിയാൻ സഹായിക്കാം. ഞാനൊരു സുവിശേഷ വേലക്കാരനെ സഹായിക്കാം. ഞാനൊരു അനാഥ കുഞ്ഞിനെ സഹായിക്കാം. എന്തെങ്കിലും ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം പറയുകയാണ്. ഹല്ലേലൂയ. ആരാണ് പറഞ്ഞത്? സിംഹാസനത്തിലിരിക്കുന്നവനാണ് പറഞ്ഞത്. യേശുവാണ് പറഞ്ഞത്. പോകാതെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു ആർക്കും 1 രൂപ കൊടുക്കാതെ പോയത്. ആർക്കും ഒരു ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതാണ് പോയത്. ഓർഡിനേഷൻ ചെയ്തു, അതെനിക്കറിയാം. യേശു കൊടുത്തതൊരു വാഗ്ദാനം മാത്രമായിരുന്നു. അവൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ബാങ്കുകളെല്ലാം നിനക്ക് തരുന്ന വാഗ്ദാനത്തെക്കാൾ വലുതായിരിക്കും. ജോൺ ഓസ്റ്റിൻ എനിക്കൊരിക്കൽ ഒരു ബ്ലാങ്ക് ചെക്ക് തന്നു. വേറൊരു സഹോദരൻ ഗൾഫിൽ അനേക നാൾ ജോലി ചെയ്ത ഭാര്യയും ഭർത്താവും അനേക നാൾ ജോലി ചെയ്ത ഒരു കോടീശ്വരനായ ഒരു മർത്തമക്കാരൻ ഒരു ബ്ലാങ്ക് ചെക്ക് തന്നു, ഒപ്പിട്ട്. എപ്പോഴെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ എടുത്താട്ടെ. വേറൊരാളൂടെ തന്നു. ഞാനിത് 3ഉം വലിച്ചു കയറി ദൂരെ കളഞ്ഞു.
കാരണം എൻ്റെ ആശ്രയം ജോൺ ഓസ്റ്റിൻ്റെ ബ്ലാങ്ക് ചെക്കിലല്ല, ആ ബ്രദർ തന്ന ബ്ലാങ്ക് ചെക്കിലുമല്ല, വേറൊരാൾ തന്ന ബ്ലാങ്ക് ചെക്കിലുമല്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പോക, ആകെ നീ പോക. ലോകത്തിലെ ഇത് അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. പക്ഷേ ആ വാഗ്ദത്തത്തിൻ്റെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു അഹങ്കാരം പറയല്ല കേട്ടോ, പശ്ചാത്തലം മനസ്സിലാക്കാനാണ്. ദൈവം ക്ഷമിക്കണമേ, ആരും തെറ്റിദ്ധരിക്കല്ലേ എന്നെ. ഞാൻ നല്ല കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ റിലേറ്റീവ്സൊക്കെ വലിയ ആളുകളുണ്ട്. എൻ്റെ പപ്പ ഒരു തോട്ടം സൂപ്രണ്ടാണ്. എൻ്റെ നാട്ടിലെ 4 ആൾക്കാരെങ്കിലും എന്നെ കൊച്ചു സാറെന്നാണ് വിളിക്കുന്നത്. പഴയ കാലമാണെന്നൂടെ എനിക്ക് ഓർക്കണം. ഞാൻ സുവിശേഷ വിലയ്ക്ക് പോകുമ്പോൾ എൻ്റെ ക്രെഡിറ്റ് എന്തായിരുന്നു? എൻ്റെ അപ്പൻ്റെ കുടുംബമല്ല, എൻ്റെ ബന്ധുക്കളുടെ കുടുംബമല്ല. പോക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, അതുമാത്രമായിരുന്നു. ആ ഒരു ആശ്രയത്തിലാണ് ഞാൻ പോയത്. എനിക്ക് വേറെ യാതൊന്നുമില്ലായിരുന്നു. ഒരു ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. ദൈവം എൻ്റെ സാക്ഷി. 3 അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, വെറും 3 അഡ്രസ്സ്. കാരണം ഞാനിവിടെ ജനിച്ചു വളർന്നത് യാക്കോബ സഭയിലാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ പേര് യാക്കോബ പള്ളിയിലും ഇല്ല, മർത്തോം പള്ളിയിലും ഇല്ല, എങ്ങുമില്ല. എനിക്കാരെയും അറിയത്തില്ല. എൻ്റെ കയ്യിൽ 3 അഡ്രസ്സ് ഉണ്ടായിരുന്നു. 1 ഓപ്പറേഷൻ മൊബിലൈസേഷൻ, ട്രാക്റ്റ് കിട്ടും. 2 ആൾ ഇന്ത്യ പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ്, ഗോസ്പൽ പാക്കറ്റ് കിട്ടും. രൂപ കൊടുത്താൽ ഒരെണ്ണം പോലും ഫ്രീ ആയിട്ട് തരത്തില്ല. 3 നിക്കട്ട്, ഒരു ട്രാക്റ്റ്. ഇതല്ലാതെ എൻ്റെ കയ്യിൽ അഡ്രസ്സൊന്നുമില്ല. പക്ഷേ എനിക്കൊരു അഡ്രസ്സ് അറിയാമായിരുന്നു. ഒരു ചെറിയ വിശ്വാസം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അവൻ എന്നെ അയച്ചാൽ അവൻ എന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്ന ഈ ദൈവം നിങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം നിങ്ങളും വിശ്വസിക്കണം. ഹല്ലേലൂയ. പോക, അയക്കുന്നവൻ അയക്കുമ്പോൾ പോകണം. അബ്രഹാം അയച്ചപ്പോൾ വൃദ്ധന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നിങ്ങളുടെ ലീഡർ അയക്കുമ്പോൾ നിങ്ങൾ പോകണം. ദൈവം അയക്കുമ്പം പോകണം, നിങ്ങളുടെ ലീഡർ അയക്കുമ്പം പോകണം. അബ്രഹാം അയച്ചപ്പോൾ വൃദ്ധനായ എലിയാസർ പോയി. പൗലോസ് അയച്ചപ്പോൾ തിമോത്തിയോസ് പോയി. യേശു അയച്ചപ്പോൾ ശിഷ്യന്മാർ പോയി. കട്രായിലേക്ക് പോകാൻ എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞ് ഞാൻ പോയി. ഞാനല്ല കട്ര തിരഞ്ഞെടുത്തത്, എൻ്റെ പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു ഞാനല്ല, ഞാൻ വേറെടുത്ത് പോകാം. എനിക്ക് കട്ര പേടിയായിരുന്നു. കാരണം ഹിന്ദുക്കളുടെ പുണ്യഭൂമി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹിന്ദുക്കൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും. എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. പാസ്റ്റർ എൻ്റെ ഒക്കെ പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, വർഗീസ്, ഗോഡ് ഈസ് ഇംപ്രസിങ് മീ ദാറ്റ് യു മസ്റ്റ് ഗോ ടു കട്ര. അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോയി. നന്നായി. അദ്ദേഹം അയച്ചപ്പോൾ ഞാൻ പോയതുകൊണ്ട് ഇന്ന് അവിടെ 5 സഭ, 4 വശത്ത് 22 സഭകൾ, എത്രയോ മിഷൻ അവിടെ നിന്ന് ജനിച്ചിരിക്കുന്നു. നിങ്ങളെയും ദൈവം അയക്കുമ്പോൾ പോകണം. നിങ്ങളുടെ മിഷൻ ലീഡർ അയക്കുമ്പോൾ പോകണം. ദൈവത്തിന് ഏത് മനുഷ്യനെയും ഉപയോഗിക്കുവാൻ കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞു, എനിക്കറിയാൻ വയ്യാത്തത് ചെയ്യാൻ ആളുകളുണ്ട്. ഒരു ദിവസം എനിക്കൊരാഗ്രഹം തോന്നി, ഒരു മാസിക തുടങ്ങണം. ഞാനൊരു പരസ്യം കൊടുത്തു, എനിക്കൊരു മാസിക തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്ന് 1000 രൂപ ശമ്പളം ചോദിച്ചുകൊണ്ട്, തോമസൺ വട്ടക്കോട്ടാൽ കമ്പ്യൂട്ടറിനകത്ത് ജോലി ചെയ്തുകൊണ്ട് മനുഷ്യൻ 1000 രൂപയ്ക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നി, ഇയാൾ കളിപ്പിക്കാൻ വരുവാന്ന്. 1000 രൂപയ്ക്ക് വരാൻ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു സ്വപ്നം കാണുമ്പോൾ ദൈവം അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ ദൈവം നിന്നെ സഹായിക്കാനുള്ള ആളുകളെയും തരും. നിങ്ങൾ പോയില്ലെങ്കിൽ എന്തോ പറ്റും? നിങ്ങൾക്കാർക്കും അറിയാൻ വയ്യാത്ത ഒരു സാഹിബിൻ്റെ പേര് പറയാൻ പോവാ, അലൻ വിൻസെൻ്റ്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? അലൻ വിൻസെൻ്റ് അറിയാൻ ന്യായമില്ല. ബോംബെയിലുള്ള ന്യൂ ലൈഫ് ഫെലോഷിപ്പ് തുടങ്ങിയത് 4 സാഹിബ്മാരാണ്. അതിനകത്തെ 1 അലൻ വിൻസെൻ്റാണ്. ഇംഗ്ലണ്ടുകാരനാണ്. കൊഡാക് കമ്പനിയിലെ ടെക്നീഷ്യനാണ്. ബോംബെയിൽ 22 വർഷം ജോലി ചെയ്തു. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. എൻ്റെ മെൻറ്ററായിരുന്നു, എൻ്റെ ആദ്യകാലത്തെ മെൻറ്ററായിരുന്നു അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു അനുജനുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ, ഈ അനുജന് 10 വയസ്സുള്ളപ്പോൾ തലച്ചോറിനകത്ത് ഏതോ ഒരു തകരാറ് കണ്ടു. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തു. അവർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ശരിയാക്കി കുത്തിക്കെട്ടി വീട്ടിൽ വിട്ടു. പക്ഷേ 12 വയസ്സായിട്ടും 14 വയസ്സായിട്ടും ശരീരം വളരുന്നതല്ലാതെ മുഖച്ഛായ അന്നേരവും 10 വയസ്സുകാരൻ്റെയാണ്, കൊച്ചു കുഞ്ഞിൻ്റെ തൊട്ട്.
ഡോക്ടർമാർ നോക്കിയപ്പോഴാണ് തലയ്ക്കകത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ചെറിയ അവയവം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുകൂടെ ഡോക്ടർമാർ അബദ്ധവശാൽ മുറിച്ചു മാറ്റിയതാണ്. അതുകൊണ്ട് മുഖം ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് 50 വയസ്സുണ്ട്, കണ്ടാൽ തോന്നും 10 വയസ്സുള്ള ചെറുക്കൻ. ഒരു കൊച്ചു അവയവം അത് പ്രവർത്തിക്കാതെ ഇരുന്നപ്പോൾ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വ്യത്യാസമുണ്ടായി. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ സഭയ്ക്ക് പ്രയാസമുണ്ടാകും, നിങ്ങളുടെ പ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാകും, നിങ്ങളുടെ സംഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നിനക്ക് എന്തെങ്കിലും ജോലി തന്നാൽ അത് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് എടുത്തേക്ക്. ബില്ലി ഗ്രഹാമിൻ്റെ ഓഫീസിലെ ഡെസ്പാച്ച് സെക്ഷനിലെ ഒരു ജോലിക്കാരൻ ആരാരെന്നറിയാം? അദ്ദേഹത്തിൻ്റെ അപ്പനായിരുന്നു. നമ്മളന്ന് എന്താ പറയുക, അപ്പച്ചനോട് ഇരുന്നാൽ മതി. മറ്റേ മനുഷ്യൻ വാളണ്ടിയറായിട്ട് പോയി വർക്ക് ചെയ്തു. ശമ്പളം ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞില്ല, ഞാനത് ചോദിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് പറയും, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതൊരു സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ ആയിരിക്കാം, അസോസിയേറ്റ് പാസ്റ്ററുടെ ആയിരിക്കാം, യൂത്ത് പാസ്റ്ററുടെ ആയിരിക്കാം. നിങ്ങളെ ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അലൻ വിൻസെൻ്റിൻ്റെ അനുജന് പറ്റിയതുപോലെ വളർച്ച ആ ഭാഗത്തുണ്ടാകത്തില്ല. ശരീരം വളർന്നു പോരാ, മുഴുവനായിട്ട് വളർച്ച വരണം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, കുശവന്മാർ രാജാവിനോട് കൂടെ പാർത്തു. ഒരു വ്യത്യസ്തമായ ഒരു വാക്യം പറയുകയാണ്. കുശവൻ എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് കലമൊക്കെ ഉണ്ടാകുന്നവർ. കലവും ചട്ടിയും എണ്ണവിളക്കും ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാകും. അന്നത്തെ കാലത്ത് എണ്ണവിളക്കൊക്കെ പിച്ചളയുടെയുണ്ട്, തടിയുടെയുണ്ട്, മണ്ണ് കൊണ്ടുള്ളതുകൊണ്ട്. അതുപോലെ ചെടിച്ചട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ഇതുണ്ടാക്കുന്നവരുടെ ദേഹം മുഷിഞ്ഞിരിക്കും. അവരുടെ ദേഹം മണ്ണ് കൊണ്ട്, കുശവന്മാരുടെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്, കാണാൻ പോകണം, നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി കാണിക്കണം ഇങ്ങനെയൊക്കെ ചട്ടിയും കലം ഉണ്ടാക്കുന്ന. ഞാൻ കണ്ടിട്ടുണ്ട്, അമേരിക്ക കണ്ടിട്ടുണ്ട്, ഇന്ത്യയെ കണ്ടിട്ടുണ്ട്, വടക്കേ ഇന്ത്യ കണ്ടിട്ടുണ്ട്, ഒറീസയിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ദേഹമൊക്കെ മുഷിഞ്ഞതായിരിക്കും. ആരും കാണാത്തവരാണ്. രാജാവിൻ്റെ കുശവന്മാരെ ആര് കാണും? കെട്ടിടത്തിൻ്റെയൊക്കെ പുറകെ ഒരു വനത്തിൽ എവിടെയെങ്കിലും അവർ കലമുണ്ടാക്കുകയാണ്, ആരും കാണാതില്ല. അവർ ദൂരെ നിന്നും പോയിട്ട് മണ്ണ് കുഴിച്ചെടുത്തുകൊണ്ട് വരണം, അത് കണ്ടിട്ട് അരിച്ചെടുക്കണം, എന്നിട്ടത് കുഴയ്ക്കണം. ഒത്തിരി പണിയുള്ള കാര്യമാണ്. എന്നിട്ട് അതിനെ സീസൺ ചെയ്താണ്ട് വെക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴയ്ക്കുന്നതിൻ്റെ അന്ന് ഒരു കലം ഉണ്ടാക്കത്തില്ല, അതിനൊരു സീസൺ. മലയാളം ആരെങ്കിലും പറഞ്ഞുതരാം? സീസൺ വിളഞ്ഞു വരാനെന്നൊക്കെ പറയാം അല്ലേ? അതിനൊരു സീസണുണ്ട്. നമ്മൾ തൈരൊക്കെ എടുക്കുന്നത് പോലെ ഇത് ഒന്ന് പുളിച്ചൊക്കെ വരണം, അതിന് സീസൺ. ആ ജോലി ചെയ്യുന്നവരാണ് അനേകർ രാജാവിൻ്റെ കൂടെയും രാജ്ഞിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും. കുശവൻ്റെ ഫോട്ടോ എടുക്കാൻ ആരും പറയത്തില്ല. ഇങ്ങോട്ട് മാറിയിരുന്നേ, നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാം, ആരും പറയത്തില്ല. ആരും അറിയാത്ത ചിലർ കാണും. നിങ്ങളുടെ സഭയിലെ നിങ്ങളുടെ ജോലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിങ്ങളുടെ ജോലി എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വരുന്നവരുടെ ഷൂസൊക്കെ പോളിഷ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ വരുന്നവരുടെ തുണിയൊക്കെ കഴുകി കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്ററുടെ ഭാര്യയിലേക്ക് ചെന്ന് കൺവെൻഷനല്ലേ അമ്മാമ്മേ ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിക്കുന്ന ഒരു കൊച്ചു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എൻ്റെ ഓഫീസിൽ ശിവശങ്കർ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുണ്ട്. ശിവശങ്കർ. ആ ശിവശങ്കറിലേക്ക് നിങ്ങൾക്ക് പോയി ചോദിക്കാം, എന്തുവാ ജോലി ചെയ്യുന്നത്? അദ്ദേഹം പറയും, ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ഓഫീസിലുള്ളവരെ പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തുവാണ് ചെയ്യുന്നത്? PG ഓഫീസിൻ്റെ ജോലിയല്ല, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ജോലിയല്ല, ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുകയാണ്. അത് നമ്മുടെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പക്ഷേ അവർക്ക് രാജാവിൻ്റെ അവരെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കൂടെ പാർത്തു എന്ന് എഴുതിയിരിക്കുന്നത്. രാജാവ് ശമ്പളം കൊടുക്കുന്നല്ല, കൂടെ പാർത്തു എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പാലസിൽ താമസിച്ചെന്നല്ല, അവിടെ ആയിരുന്നു. കാരണം അവർക്ക് ആവശ്യമുണ്ട്. എന്ത് ജോലിയാണെന്നല്ല, ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നുള്ളതാണ്. ഇതാ മറ്റൊരു ഉദാഹരണം. എസെക്കിയേലിൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 9, എസെക്കിയേൽ 27:9. ഓരായ പടിക്കാർ, ഒരു വല്ലാത്ത വാക്ക അല്ലേ? കോക്കേഴ്സ് എന്നാണ് ഇംഗ്ലീഷിനകത്ത്, CALKERS, കോക്കേഴ്സ്. മലയാളത്തിനകത്ത് ഇരിക്കുന്ന ഓരായ പണിക്കർ. ഞാൻ അന്വേഷിച്ചു എന്തോ ഈ ഓരായ പണിക്കർ എന്നുള്ളതൊന്ന് റിസർച്ച് ചെയ്തു. ഇംഗ്ലീഷ് നോക്കിയാൽ വളരെ വേഗത്തിൽ കാണാം. അതിരിങ്കലിനറിയായിരുന്നോ ഓരായ പണി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന്? അതിരിങ്കലെ ഓരായോ അറിയാമായിരുന്നോ? അറിയത്തില്ലായിരുന്നു. പഠിക്കണം.
പുതിയ വാക്ക് ഇവിടെ വന്നുകൊണ്ട് ഒരു ഗുണമെങ്കിലും ഉണ്ട്, ഒരു പുതിയ വാക്ക് കിട്ടിയല്ലേ. ഒരേ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കപ്പലിനകത്ത് ജോലി ചെയ്യുന്നവർക്കറിയാം, ബോട്ടിനകത്ത് ജോലി ചെയ്യുന്നവർക്കറിയാം. എവിടെയെങ്കിലും ഒരു സുഷിരം വീണാൽ ആ സുഷിരം അടയ്ക്കുന്നവരാണ് ഒരായ പണിക്കാർ. അവിടെ അവരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടോ, 9-ാമത്തെ വാക്യം. ഗബേലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും തൻ്റെ ഓരായ പണിക്കാരായിരുന്നു. അവരാരാ? കുശവന്മാർ വലിയ ജ്ഞാനിയുള്ളവരൊന്നുമല്ല, അത് മണ്ണ് കൊണ്ടുവന്ന് അവർക്ക് അറിഞ്ഞിരുന്നാൽ മതി, അപ്പനിൽ നിന്ന് പഠിക്കാം. ഇവരങ്ങനെയല്ല, അവർ മൂപ്പന്മാരായിരുന്നു, അവർ ജ്ഞാനികളായിരുന്നു. പഠിത്തമുള്ളവർ, പഠിത്തമില്ലാത്തവരെ ആവശ്യമുണ്ട്, പഠിത്തമുള്ളവരെ ആവശ്യമുണ്ട്. എല്ലാവരും വണ്ടി ഓടിക്കുന്നവരായിരിക്കത്തില്ല, ചിലർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കാം, ചിലർ മാനേജറായിരിക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസ് ആയിരിക്കാം. ഹല്ലേലൂയ. നാം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തകരാറ്, നമ്മൾ വലിയവരെ നോക്കിയിട്ട് തുലനം ചെയ്യും. അയ്യോ, വില്ലിഗ്രാമനെ പോലെ പ്രസംഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, DGS ദിനകരൻ അങ്കിളിനെ പോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ആ ദൈവദാസൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് പറയാൻ എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും തുലനം ചെയ്യും. അബ്രഹാമിനെ പോലെ അല്ല ഞാൻ ഏലിയാവിനെ പോലെ അല്ല ഞാൻ, മോശയെ പോലെ അല്ല ഞാൻ. അല്ലലിയ. നിങ്ങൾ വേറൊരാളുമായിട്ട് തുലനം ചെയ്യാതെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയോടെ ചെയ്യുക. ഹല്ലേലൂയ. നാമാണ്, നിങ്ങളാണ്. നിങ്ങളൊരു കുശവനാകാം. രാജാവിനോടുകൂടെ താമസിച്ച് ആ കുശവൻ്റെ പണികൾ നന്നായിട്ട് ചെയ്യുക. അവരില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അതിഥികൾ വന്നിരിക്കുക, കുശവനില്ല, എല്ലാവർക്കും ചോറ് കൊടുക്കണം, പ്ലേറ്റില്ല, അയ്യോ മെഴുകുതിരി തണ്ടില്ല. അവർക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെറുതായിരിക്കാം, കസേര പെറുക്കിയിടുന്നതായിരിക്കാം, പണത്തിൻ്റെ കണക്കെഴുതുന്ന വ്യക്തിയായിരിക്കാം. ഏത് വേലയാണോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ ചെയ്യണം. രാജാവിൻ്റെ മാന്യതയുടെ പ്രദർശനത്തിന് കുശവൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ രാജാവിൻ്റെ മാന്യതയുടെ പ്രദർശനത്തിന് നിൻ്റെ ജോലി അത്യാവശ്യമാണ്. കസേര പെറുക്കിയിടുന്ന ജോലി അത്യാവശ്യമാണ് കേട്ടോ. വരുന്ന ദൈവദാസന്മാരുടെ തുണി കഴുകി കൊടുക്കുന്ന ജോലി വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അവരില്ലാതെ രാജാവ് മാന്യനാകത്തില്ല. അവരെ ആരെയും കൊട്ടാരത്തിൽ കാണത്തില്ല കേട്ടോ, കൊട്ടാരത്തിൽ കാണത്തില്ല. മാന്യന്മാരെ പരിചയപ്പെടുത്തത്തില്ല. ഇതാണ് ഞങ്ങളുടെ കുശവൻ പറയത്തില്ല. ഹല്ലേലൂയ. രാജാവിനും റാണിക്കും സ്ഥാനമാനം കിട്ടുന്ന സമയത്ത് അവരെ ആരും അറിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ നിങ്ങളൊരു വിശ്വസ്തദാസനായിരിക്കട്ടെ. നിങ്ങളില്ലാതെ രാജാവ് മാന്യനായി തീരുന്നില്ല. ഓരായ പണിക്കാർ എന്താ ചെയ്യുന്നത്? വിടവുകൾ, കപ്പലിനകത്ത് എവിടെയെങ്കിലും ഒരു സൂചി പോലുള്ള ഒരു കിഴുത്ത കണ്ടു കഴിഞ്ഞാൽ ആരുമില്ല, കൊച്ചൊരു കിഴുത്തയില്ലയോ എന്ന് പറയത്തില്ല. ഉടനെ തന്നെ അവർ വരും. ഇതെങ്ങനെ അടയ്ക്കണം, എവിടെയൊക്കെയാണ് ആണി അടിക്കേണ്ടത്, ആണി അടിക്കുമ്പം വേറെ റോട്ടയായി പോകാൻ പാടില്ല. അതുകൊണ്ട് അവർ ജ്ഞാനികളെ എടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു പാവ, തടി കൊണ്ടുള്ള ഒരു പാവ, അതിനകത്ത് വേറൊരു പാവ, അതിനകത്ത് വേറൊരു പാവ, അതിനകത്ത് വേറൊരു പാവ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കൊണ്ടു നടക്കുന്നതാണ്, ഇപ്രാവശ്യം കിട്ടിയില്ല കേട്ടോ. ഞാൻ അത് വെച്ചുകൊണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. വലിയൊരു പാവ, അതിനകത്താണ് വേറൊരു പാവ. എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോണം കേട്ടോ, നല്ല നിങ്ങളുടെ ചർച്ച പഠിപ്പിക്കാൻ. അതിനകത്തൊരു കൊച്ചു പാവ, അതിനേക്കാളൊരു കൊച്ചു പാവ, അതിൻ്റെ അവസാനം വന്നു കഴിയുമ്പോൾ ഇച്ചിരി ഉള്ള ഒരു പാവ അതിനകത്തുണ്ട്. 7 എണ്ണം കാണാം. പലരും ആളുകളെ എടുക്കുന്നത് എന്താണെന്നറിയാം? അവരെയൊക്കെ കഴിവ് കുറഞ്ഞവരെയാണ് എടുക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പം കൂടെയുള്ളവരൊക്കെ ആരൊക്കെയാണ്? അവരെയൊക്കെ കഴിവ് ശരിയാണ്. തിരിച്ചാകണം. നിങ്ങളെക്കാൾ കഴിവുള്ളവരെ എടുക്കണം. പഠിത്തം മാത്രമല്ല, കഴിവുള്ളവരെ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത്, നിങ്ങൾ വേറൊരാളിനെ എടുക്കുമ്പോൾ നിങ്ങളെക്കാൾ വലിയ ആളായിരിക്കണം. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നിങ്ങളെക്കാൾ വലിയാകണം. അപ്പോൾ നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ സഭ ഉറച്ചതായിരിക്കും. വല്ലയിടത്തുനിന്നും എടുക്കുന്നവരല്ല. ഇന്ന് വരെ ഞാൻ വേറൊരു സംഘടനയിൽ നിന്ന് ഒരാളിനെ എടുക്കത്തില്ല. ഞാൻ എടുക്കത്തില്ല. കാരണം അവർ നിന്നോട് ഒരിക്കലും വിശ്വസ്തരായിരിക്കത്തില്ല. നിങ്ങളൊരു പട്ടിയെ വാങ്ങിക്കാം. ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു പട്ടിയെ വാങ്ങിച്ചുകൊണ്ട് വളർത്തിയാണ്. 2 വർഷം കഴിഞ്ഞു ആ പട്ടിയെ നിങ്ങളടിക്കാൻ, പട്ടി നിങ്ങളെ കടിക്കും. എന്നെ കടിച്ചിട്ടുണ്ട് ഇവിടെ, പാട് കാണിക്കാൻ വേണ്ടി. അത് ചിലപ്പം കൊച്ചുനാളിലെ ഒരു പട്ടിയെ കൊണ്ടുവന്ന് നിങ്ങൾ അടിച്ചാലും അത് കടിക്കത്തില്ല. നിങ്ങളും ആരെയെങ്കിലുമൊക്കെ ദൈവവേലക്കാരാക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വളർന്ന ബാല്യക്കാരായിരിക്കട്ടെ. വേദപുസ്തകത്തിനകത്ത് എങ്ങാണ്ടൊരു വാക്യമുണ്ട്. അബ്രഹാം യുദ്ധത്തിന് പോയി. ആരെയാ കൊണ്ടുപോയേ? IPCയിലെ 2 പേരെ എടുത്തു.
അസംബ്ലി സ്കൂളിൽ 3 പേരെ എടുത്തു. ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ 2 പേരെ എടുത്തു. അവരും എല്ലാവരുമായിട്ട് യുദ്ധത്തിന് പോയി. മറ്റൊരുമാർ ഓടിക്കളയും. സ്വന്തം കുടുംബത്തിൽ ജനിച്ച 318 പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തരായിട്ടുള്ളവരാ. നിങ്ങൾ വിശ്വസ്തരായി തീരണം. ഞാൻ എൻ്റെ പാസ്റ്റർക്ക് വിശ്വസ്തനായിരുന്നു. എൻ്റെ പാസ്റ്ററോടെ ഞാൻ 10 മാസം പ്രവർത്തിച്ചു. വിശ്വസ്തനായിരുന്നു. ഞാൻ ദോഷം ചെയ്തില്ല. ഇസ്രായേൽ ജനം മാർച്ച് ചെയ്യുമ്പോൾ ആരാണ് മുൻപിൽ പോകുന്നത്? യഹൂദ ഗോത്രം. യഹൂദയല്ലായിരുന്നു വരേണ്ടത്, ഒന്നാമനായിരുന്നു. ദൈവത്തിന് നമ്പരൊക്കെ വലിയ പ്രാധാന്യമാണ്. അപ്പോൾ യഹൂദയ്ക്ക് എന്താ കാര്യം? മറ്റവൻ അനാവശ്യം കാണിച്ചിട്ട് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ തെറ്റ് കാരണം വേറൊരാൾക്ക് പോകരുത്. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന കൊട്ടേഷൻ എഴുതിയെടുക്കണം. എഴുതുന്നവരെല്ലാവരും എഴുതിയെടുക്കണം. യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ലാണ്. മേക്കിംഗ് എ മിസ്റ്റേക്ക് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. മേക്കിംഗ് എ മിസ്റ്റേക്ക് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. നോട്ട് ലേണിംഗ് ഫ്രം എ മിസ്റ്റേക്ക് ഈസ് ദ മിസ്റ്റേക്ക്. നോട്ട് ലേണിംഗ് ഫ്രം Making a mistake is not a mistake. Not learning from a mistake is the mistake. തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്. തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോ? ക്ഷമ ചോദിച്ചാട്ടെ. ദൈവത്തോട് ക്ഷമ ചോദിച്ചാട്ടെ. ആരോടൊക്കെയാണോ തെറ്റ് ചെയ്തവരോട് ക്ഷമ ചോദിച്ചാട്ടെ. എന്നിട്ട് അതിൽ നിന്ന് പഠിക്കുക. ഇനിയും ഞാൻ ഈ തെറ്റ് ചെയ്യത്തില്ല. ആ സാഹചര്യത്തിൽ പോകത്തില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേരത്തില്ല. ഹല്ലേലൂയ. യഹൂദ ഗോത്രമല്ല പോകേണ്ടത്. 4-ാമത്തെയാണ് യഹൂദ. പക്ഷേ അവരെയാണ് മുമ്പിൽ പോകാൻ പറഞ്ഞത്. ഹല്ലേലൂയ. 1-ാമത് പോകുന്നവരെ കാണുമോ? ഇല്ലയോ? 12 ഗോത്രത്തിനകത്ത് ആളുകൾ മാർച്ച് ചെയ്യുകയാണ്. യഹൂദ പോവാണ്. എല്ലാവരും കാണും. യഹൂദ വരുന്നു. ഓ ഗുഡ് ഗുഡ്. എല്ലാവരും പറയും വെരി ഗുഡ്. എല്ലാവരും പറയും. ഏറ്റവും അവസാനം വരുന്നത് വേറൊരു ഗോത്രം. അവർ വരുമ്പോഴത്തേക്ക് കൈയടിക്കുന്നവരൊക്കെ തളരും. നിങ്ങൾ കണ്ടില്ലേ? എവിടെയെങ്കിലുമൊക്കെ കൈയടിച്ചാട്ടെ പറഞ്ഞാൽ പോലും എല്ലാവരും കൈയടിക്കത്തില്ല. അവരെ ആരും കാണത്തില്ല. പക്ഷെ അവരത്യാവശ്യമാണ്. അതിനിടയ്ക്ക് ഒരുത്തം വീണ് പോയാൽ, അതിനകത്ത് ഒരുത്തം തളർന്നു പോയാൽ, അവൻ്റെ കാല് പൊട്ടിപ്പോയാൽ അവരെ താങ്ങിയെടുക്കുവാൻ പുറകിലും ആളുകൾ വേണം. മുമ്പിൽ ആളുകൾ വേണം, പുറകിലും ആളുകൾ വേണം. അതുകൊണ്ട് നിങ്ങൾ പുറകിലാണെന്ന് വിചാരിച്ച് വിഷമിക്കരുത്. നിങ്ങളുടെ ആ വേലയിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ആ പുറകിൽ നിൽക്കുന്ന വേലയിൽ മാത്രം അത്യാവശ്യനായിരിക്കുക. വലിയ പാസ്റ്റർ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. കോർ ലീഡർ മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി വലുതാണോ ചെറുതാണോ എന്ന് നോക്കരുത്. അതിനകത്ത് നിങ്ങളെൻ്റെ റെപ്രസെൻറ്റേറ്റീവുകാരെയൊക്കെ കണ്ടല്ലോ അല്ലേ? അവരുടെയൊക്കെ വിദ്യാഭ്യാസം ചോദിച്ചാൽ എനിക്ക് നാണം വരും. ആദ്യം ഇവിടെ നിന്ന് ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞ ആൾ ഒരു എൻജിനീയറുടെ ഏക മകനാണ്. ഗവൺമെൻറ് എൻജിനീയറുടെ ഏക മകൻ. നല്ല വീട്ടിൽ ജീവിക്കാൻ സൗകര്യമുണ്ട്. ഗ്രാജുവേറ്റാണോ പോസ്റ്റ് ഗ്രാജുവേറ്റാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റാണെന്ന് തോന്നുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ്. എൻ്റെ കൂടെ പുസ്തകം വയ്ക്കാൻ നടക്കുവാണ്. ഇവിടുത്തെ ഓഫീസിൽ ഇൻചാർജായിട്ടിരിക്കുന്നത് ഒരു എൻജിനീയറാണ്. വേറൊരാൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. എന്തുവാ ജോലി? മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. കൊച്ചു ജോലി. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ആവശ്യമുണ്ട്. ഒരു വണ്ടിക്കകത്ത് എൻ്റെ പാസ്റ്റർ പഠിപ്പിച്ച ക്ലാസ്സാണ്. നിങ്ങൾ കാണുന്ന സ്റ്റിയറിംഗ് ഉണ്ട്, അതിൻ്റെ പുറത്തെ ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ റിയർ വ്യൂ മിററുണ്ട്, അതിൻ്റെ സീറ്റുണ്ട്. പക്ഷേ എൻജിനകത്ത് കിടക്കുന്ന ഒരു പിസ്റ്റണുണ്ട്. ഓയിലിനകത്ത്, കറുത്ത ഓയിലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്ത് ഏതാണ് ഇമ്പോർട്ടൻറ്റ്? പിസ്റ്റൺ. ഹല്ലേലൂയ. ഞാൻ സുവിശേഷ വിലക്കിറങ്ങുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ സംഭാവന ₹1.72 അതാരാ തന്നെന്നറിയാമോ? ഒരു ഭിക്ഷക്കാരൻ. അതാണ് എൻ്റെ ആദ്യത്തെ മണിറാം. ആഷമാർ പോയി. ഞാൻ ട്രാക്ടർ കൊടുക്കുകയാണ്. എൻ്റെ മുമ്പിൽ വന്നിട്ട് വടിയെ പിടിച്ചോണ്ട് ചോദിച്ചു, ഈ കടലാസ് എന്തുവാ? ഗവൺമെൻറ്റിൻ്റെ വല്ല കടലാസാണോ? അയാൾ എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി സുവിശേഷം കിട്ടു. നേരം വെളുത്തപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസ തന്നു. അയാൾ ഭിക്ഷക്കാരനാണ്. തലേ ദിവസം ഭിക്ഷ എടുത്തപ്പോൾ കിട്ടിയ 1 പൈസയും 2 പൈസയും ഇക്കി ദുഃഖി എന്നവിടെ പറയും. ഛത്തീസ്ഗഡുകാരി. छत्तीसगढ़ इक्की दुक्की समझते हैं? नहीं, आप नहीं समझेंगे. आप तो अभी जब
പഴയ കാലത്ത് പറയുന്ന എക്കി തുക്കി 1 പൈസയും 2 പൈസയും, 1 രൂപ 72 പൈസ. ചെറുതായിട്ട് കാണരുത്. നിനക്ക് തരുന്ന 1 രൂപ ചെറുതായിട്ട് കാണരുത്. നീ ചെയ്യുന്ന ചെറിയ ജോലി ചെറുതായിട്ട് കാണരുത്. വില്യംകാരി ഇംഗ്ലണ്ടിൽ നിന്ന് തിരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് തിരിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചു, നിങ്ങളെൻ്റെ കയറ് പിടിക്കാമെങ്കിൽ ഞാൻ പോകാം. നമുക്ക് മനസ്സിലാക്കാത്ത ഒരു ഭാഷയാണ്. അവിടെയൊക്കെ വലിയ ഖനികളിൽ രത്നങ്ങൾ കിട്ടും. കൽക്കരിയുടെ ഖനിയല്ല, രത്നങ്ങൾ കിട്ടുന്ന ഖനിയുണ്ട്. വലിയ കിണർ പോലത്തെ വലിയ കുഴിയാണ്. അതിനകത്തോട്ട് ആളുകൾ ഇറങ്ങും. എന്തു ചെയ്യും? അവരുടെ അരയ്ക്ക് കയറ് കെട്ടും, നെഞ്ചത്ത് കയറ് കെട്ടും. എന്നിട്ട് അവരെ താഴോട്ടിറക്കും. അവരെ കയറ് പിടിക്കണം. മേളിൽ താഴെ ചെന്ന് കഴിഞ്ഞും വെച്ച് കയറ് കോരി കഴിഞ്ഞും വെച്ച് രക്തം കോരി കിട്ടിക്കഴിയുമ്പോൾ അതിനവിടുന്ന് കയറെ പിടിച്ചൊന്ന് കുലുക്കും. അന്നേരം അയാളെ പിടിച്ചു കയറ്റണം. ഇത് കാണണമെങ്കിൽ ഞാനൊരു സിനിമയുടെ പേര് പറഞ്ഞുതരാം. ബറബ്ബാസ്. എഴുതിയെടുത്താട്ടെ, സിനിമ കാണുന്നവർ കാണണം. ബറബ്ബാസ്. യേശുക്രിസ്തുവിൻ്റെ സമയത്തെ ബറബ്ബാസിൻ്റെ കഥയാണ്, കത്തോലിക്കരുടെ കഥയാണ്. പക്ഷേ എങ്കിലും കാണണം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബൈബിൾ മനസ്സിലാവും. യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ ക്രൂശീകരണം, ബറബ്ബാസ്, കുറച്ചുകൂടെ പശ്ചാത്തലം മനസ്സിലാവും. അതിനകത്ത് കാണുന്നുണ്ട് ബറബ്ബാസ് കൽക്കരി കാണുന്നത്. എന്നാൽ അതിനകത്ത് പാസ്റ്റർ പ്രിൻസിൻ്റെ അപ്പൻ എന്തൊക്കെ പറഞ്ഞു. നാളെ പ്രിൻസിനെ ഞാൻ കാണും. പാസ്റ്റർ പ്രിൻസിൻ്റെ അപ്പൻ എന്തൊക്കെ പറഞ്ഞു, എൻ്റെ കയറ് എൻ്റെ അളിയൻ പിടിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, ബ്രദറെ അതെന്താ കാര്യം? പറഞ്ഞു, ഞാൻ കുഴിയിലിറങ്ങുവാന്ന് വിചാരിച്ചു, എൻ്റെ അളിയനാണെങ്കിൽ കാര്യമായിട്ട് പിടിക്കും. ഞാൻ ചത്തുപോയ പെങ്ങൾ വിധവയാവും. മറ്റാരെയും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാണെന്നറിയാം? നിങ്ങളെൻ്റെ കയറ് പിടിക്കണം. നിങ്ങളെൻ്റെ അളിയനാണ്. ഞാൻ പോവുകയാണ്. എൻ്റെ കൂടെയുള്ള 3764 സുവിശേഷ വിളക്കാർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ, ബാക്കിയുള്ളവരൊക്കെ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അവരുടെ മക്കളെ ആളുകൾ റേപ്പ് ചെയ്യുമ്പോൾ, ഞാൻ ഇന്നലെ കഥ പറഞ്ഞല്ലോ, അവരുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് റേപ്പ് ചെയ്യുന്ന സമയത്ത് മറന്നു പോകരുത്, എൻ്റെ അളിയനായിട്ട് കയറി പിടിക്കണം. കുശവൻ മണ്ണിനെ പാത്രമാക്കുന്നവൻ. അവൻ സൺഡേ സ്കൂൾ ടീച്ചറാണ്, യൂത്ത് പാസ്റ്ററാണ്. ഇവർ അബദ്ധം കാണിക്കട്ടെ, അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കണം. അവർ വീണ്ടും അബദ്ധം കാണിച്ചാൽ ആ അബദ്ധത്തിൽ നിന്ന് അവർ പഠിച്ചെങ്കിൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കണം. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ ഡൽഹിയിലൊരു കോൺഫറൻസ് നടത്തി, വലിയൊരു കോൺഫറൻസ് നടത്തി. അതല്ല, ബിഷപ്പുമാർക്ക് വേണ്ടി ഒരു കോൺഫറൻസ്. നിങ്ങളെല്ലാവരും വരാൻ ന്യായമില്ല. പ്രായമുള്ള IPCയുടെ പ്രസിഡൻറ്റ്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രസിഡൻറ്റ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡൻറ്റ്, കത്തോലിക്കയിലെ ബിഷപ്പ്, ബാക്കി ബിഷപ്പുമാരുടെ ഒരു മീറ്റിംഗ് നടത്തി. ഞാനാണ് നടത്തിയത്. 176 പേരുണ്ടായിരുന്നു. അദ്ദേഹം 31 അധ്യായം മുതൽ അവസാനം വരെ രക്ഷാസ്നാനം, പരിശുദ്ധാത്മ സ്നാനം, വേർപാട് എല്ലാം പ്രസംഗിച്ചു. അതിനകത്തൊരു കാര്യം പറഞ്ഞു, ഇന്ന് പലരും പാപം ചെയ്തു പോയാൽ അവരെ കൈത്താങ് കൊടുക്കാൻ ആരുമില്ല. അവരെപ്പറ്റി പരസ്യമായിട്ട് പറയും, അവൻ ആ കുരുത്തക്കേട് കാണിച്ചതാണ് എനിക്കറിയാം. അതെന്തിനാ പറഞ്ഞേ? ഞാൻ കള്ളമാണെന്നോ പറഞ്ഞേ? ഞാൻ സത്യമല്ലയോ പറഞ്ഞേ? ജോൺ ഓസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു, അത് നിൻ്റെ മകനായിരുന്നെങ്കിൽ നീ എല്ലാവരോടും പറയുമായിരുന്നു. കിടക്കട്ട ചോദ്യം മനസ്സിൽ. നിങ്ങൾ കണ്ടത്, നിങ്ങൾ കേട്ടത്, ആരാണ്ട് പറഞ്ഞത് കേട്ടത് നിങ്ങൾ 10 പേരോട് പറയൂ. അവൻ ചെയ്ത ശുദ്ധി അബദ്ധമായിരിക്കാം, പറയൂ. പറയുന്നവർ പറയട്ടെ, അതവരുടെ ജോലിയാണ്. പക്ഷെ ഞാനും നീയും പറയാൻ പാടില്ല. കാരണം അത് നമ്മുടെ മകനായിരുന്നെങ്കിൽ നമ്മൾ പറയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങൾ മുറിവേറ്റ ഒരുത്തൻ്റെ മുറിവിനെ കുറച്ച് മണൽ വാരിയിടുന്നവനായിത്തീരരുത്, മുളക് പൊടി വിതറുന്നവനായിത്തീരരുത്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഇങ്ങനെ ഒരു 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 പറച്ചിലുണ്ട്. നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ. ഇംഗ്ലീഷിനകത്ത്, കർത്താവേ, ഒരൊറ്റ പട്ടാളമേ ഉള്ളൂ. സ്വന്തം പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരന് മുറിവേറ്റാൽ പിന്നെയും അവനെ മുറിവേൽപ്പിക്കുന്ന. ഒന്നുകൂടെ പറയാം. ഒരു പട്ടാളത്തിൽ യുദ്ധം നടക്കുകയാണ്. ഒരുത്തൻ മുറിവേറ്റ് താഴെ വീണ് കിടന്ന് പടയുക. അന്നേരം ഒരു പട്ടാളം മാത്രമുണ്ട്, അങ്ങോട്ട് ചെന്നും വെച്ച് പിന്നെ ഏത് പട്ടാളം? യേശുവിൻ്റെ പട്ടാളം. വേറൊരാൾക്ക് അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെ കണ്ട് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചെയ്യരുത് കേട്ടോ. നമ്മളെ കാണണം, മറ്റുള്ളവരെ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒത്തിരി പേര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാനെൻ്റെ ഒരു പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുമ്മൻ സാറിനാണ്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബൈബിൾ സ്കൂളിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് എനിക്കൊരു അവിടെ ഒരു കാര്യം കൊടുക്കാൻ ചെന്നതാണ്.
ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വൈകിട്ടൂടെ ഒരു കൺവെൻഷനുണ്ട്, പ്രസംഗിക്കാം. സാക്ഷ്യം പറയാമോ? കോശി വൈദ്യനാണ് പ്രസംഗിച്ചത്. ഞാൻ അസംബ്ലി സൗകര്യക്കാരനല്ല, വാസ്തവം പറഞ്ഞാൽ ഞാൻ പെന്തിക്കോസ് എന്നുള്ളൊരു ലേബൽ പോലും ഇല്ലാത്ത മനുഷ്യനാണ്. എന്നിട്ടും അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ദിവസം ഒരു ബൈബിൾ സ്കൂളിൽ എനിക്ക് പ്രസംഗിക്കാൻ പിള്ളേരുടെ വേറൊരു ക്ലാസ് ക്യാൻസൽ ചെയ്ത് വെച്ച് എനിക്ക് അവസരം തന്നു. പിന്നീട് ആരാണ്ട് വന്നു വെച്ച് പറഞ്ഞ് ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ പി ജി വർഗീസിനെ കണ്ടു. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാം, പി ജി വർഗീസോ നമ്മുടെ മിഷണറിയാണ്, എനിക്ക് യാതൊരു ബന്ധവുമില്ല. ബാക്കിയുള്ളവർ പറയാം ഞങ്ങളുടെ അല്ല, പെന്തിക്കോസുകാരനല്ല, ഞങ്ങളുടെ കൂടെ അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂട്ടി നിർത്തി, നെഞ്ചോട് ചേർത്ത് നിർത്തി. വേറൊരു സഹോദരൻ, അവൻ ബ്രദറുകാരനായിരിക്കാം, പെന്തിക്കോസുകാരനായിരിക്കാം, മർത്തോമക്കാരനായിരിക്കാം, യാക്കോബക്കാരനായിരിക്കാം, കത്തോലിക്കനായിരിക്കാം, വേദനയുണ്ടെന്നറിഞ്ഞാൽ അവരെ ഒന്നും ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതെ ഇരിക്കുക, അവരെപ്പറ്റി അത് പറഞ്ഞു പരത്താതെ ഇരിക്കുക. സമയമില്ല പറഞ്ഞുതരാൻ. ഞങ്ങളൊരിക്കൽ ഇവിടെ ഫിലിപ്പീൻസിൽ നടന്ന കോൺഫറൻസിന് പോയി. 10,000 പേര് വന്നെന്ന് പറഞ്ഞല്ലോ. അവിടെ പിയാനോ വായിച്ചത് ഒരു കണ്ണ് കാണാത്ത മ്യൂസിക്കിനകത്ത് മാസ്റ്റേഴ്സുള്ള ഒരു സായിപ്പാണ്, ചെറുപ്പക്കാരൻ. ഡ്രം അടിച്ചത് 3 ഡ്രം, അതടിച്ചത് ഒരു ആഫ്രിക്കക്കാരനാണ്. ഒരു ദിവസം അദ്ദേഹം പിയാനോ വായിക്കുകയാണ് സായിപ്പ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ആഫ്രിക്കക്കാരൻ അവിടുന്ന് ഒരു ചെണ്ട തോളിൽ കെട്ടിയിട്ടിട്ട് ആ കണ്ണ് കാണാത്ത സായിപ്പും കുഞ്ഞ് ചിരിക്കുന്നു, സന്തോഷം. എല്ലാവരും നോട്ട് ചെയ്തു. പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞു, അയാൾക്ക് കാണത്തില്ല, ഇയാൾ ആഫ്രിക്കക്കാരനാണെന്നറിയാം, അയാൾ സായിപ്പാണ്. എങ്കിലും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുത്തൻ്റെ നല്ല പെർഫോമൻസ് കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു പോയി. നമ്മളും സന്തോഷിക്കണം. ഒരു യാക്കോബക്കാരൻ നന്മ ചെയ്താൽ, നല്ല കാര്യം ചെയ്താൽ, ഒരു പെന്തിക്കോസുകാരൻ നല്ല കാര്യം ചെയ്താൽ, ഒരു ബ്രദറുകാരൻ നല്ല കാര്യം ചെയ്താൽ, ഒന്നുമല്ലെങ്കിൽ ദോഷം ചെയ്തില്ലെങ്കിലും ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു സന്ദേശം അയച്ചാട്ടെ. നിങ്ങൾക്ക് എൻ്റെ സന്ദേശം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെ ആരുടെ തരും? കാർഡ് തരാം, ബുക്ക് മാർക്ക് തരാം. എൻ്റെ ഡെയിലി മെസ്സേജ് കിട്ടുന്നില്ലെങ്കിൽ ആരുടെയിലും ഉണ്ട് എൻ്റെ ബുക്ക് മാർക്ക്? എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബുക്ക്. എൻ്റെ നമ്പർ എഴുതിയെടുത്താട്ടെ. എൻ്റെ സന്ദേശം കിട്ടാത്തവർ നമ്പർ എഴുതിയെടുത്താട്ടെ. +91 828 719 9975. മലയാളത്തിൽ പറയട്ടെ, നിങ്ങളുടെ പേരും സ്ഥലപ്പേരും മാത്രം എനിക്ക് അയയ്ക്കുക. ഈ കാർഡിനകത്തും ഉണ്ട് നമ്പർ. കാർഡ് അവിടെ നിന്ന് കിട്ടും. 1 2 എടുത്തുകൊണ്ട് പോകാൻ. ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, അല്ല ഒരു ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താട്ടെ. എൻ്റെ ഫോൺ നമ്പർ പറയാൻ പോവാം. 0124 40657116. ഒന്നുകൂടെ പറയാം, 0124 40657116. എന്നെ വിളിച്ചാട്ടെ. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്യാവശ്യമെങ്കിൽ ഞാൻ ഫ്ലൈ ചെയ്ത് നിങ്ങളുടെ അടുക്കൽ വരും. വെറുതെ പറയുകയല്ല. ന്യൂസിലൻഡുകാരും വിളിച്ചു കളയരുത്, വരത്തില്ല. തൃശ്ശൂരുള്ള ഒരു കത്തോലിക്കലെ സഹോദരൻ, ഞാൻ സ്വന്തം സഹോദരനായിട്ടാണ് എൻ്റെയൊക്കെ പറഞ്ഞ് എനിക്ക് അത്യാവശ്യം, അടുത്ത ദിവസം ഞാൻ ഫ്ലൈ ചെയ്ത് വന്നു. ഞാൻ വെറുതെ വാക്ക് കൊടുക്കത്തില്ല. ഞാൻ ഇത്രയും പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം, നമ്മൾ ചവിട്ടിത്താക്കുന്നവരല്ല, മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. ഒരാൾ മഹാനാണെന്ന് അളക്കാൻ അയാൾ എത്ര പേരെ കൈപിടിച്ച് പൊക്കിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ബിലിഗ്രഹാം എത്ര പേരെ പൊക്കിയിട്ടുണ്ടെന്നറിയാം? ഓറൽ റോബർട്ട്സിനെ പൊക്കിന്ന് വെച്ചാൽ കൈ പൊക്കിയെന്ന്, മറ്റേ പൊക്കലല്ല, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പൊക്കലല്ല, കൈ പിടിച്ച് ഹി ലിഫ്റ്റഡ് ഹിം അപ്പ്. ഓറൽ റോബർട്ട്സിനെ വലിയ അദ്ദേഹത്തിൻ്റെ കോൺഫറൻസിൽ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. നോൺ പെന്തിക്കോസുകാരൻ്റെ അദ്ദേഹം അന്ന് പെന്തിക്കോസിലാണ്. ചോദിച്ചോ, അദ്ദേഹമാണ് ബ്ലൈൻഡായിട്ടുള്ള ഒരു പെണ്ണ്, ശരീരം അനങ്ങാത്ത,
ജോണിയെ ഉയർത്തിയ അദ്ദേഹമാണ്. അവൾ വീൽ ചെയറിലാണ്. ആ ജോണിയെ വലിയ കോൺഫിഡൻസ് സ്ഥാനം കൊടുത്തു. ഇന്നവർ ഫേമസ് ആണ്. ആരെയെങ്കിലും ഉയർത്താൻ നോക്കണം. ഒരു ചോദ്യം ചോദിക്കട്ടെ. മലയാളികൾ വേറെ ഏതെങ്കിലും ഒരു മലയാളിയെ ഉയർത്തിയതായിട്ട് അറിയാമോ? മലയാളിയായതിൽ അഭിമാനിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഒരു യാക്കോബ കുടുംബത്തിൽ ജനിച്ചെന്നുള്ളതിനകത്ത് അഭിമാനിക്കുന്ന മനുഷ്യനാണ്. വേദപുസ്തകം പഠിപ്പിച്ച ഒരു അപ്പൻ്റെ മകനാണെന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുന്ന മനുഷ്യനാണ് ഞാൻ. പക്ഷെ മലയാളികൾ ഇന്ന് ആരെയും ഉയർത്തിയിട്ടില്ല. KP യോഹന്നാനെ ഉയർത്തിയത് മലയാളിയല്ല, സായിപ്പാണ്. ഏഴംകുളം സാങ്കുട്ടിയെ ഉയർത്തിയത് മലയാളിയല്ല, സായിപ്പാണ്. ആരാ? കുര്യൻ, പാൽക്കുര്യൻ, ഗുജറാത്തിലെ പാല് കച്ചവടം കുര്യൻ. അമൂൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്, കുര്യൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും മലയാളികൾ എന്നെ ഉയർത്തത്തില്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ ഉയർത്തിയിട്ടില്ല. ഇവിടെ കിടന്നുള്ളൂ ഒരാളിനെ ഇന്ത്യയുടെ സ്ഥാനത്ത് ഉയർത്തിയിട്ടില്ല. ഞാനും പറയുകയാണ്, പാവപ്പെട്ടവന് എനിക്ക് രൂപ തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഒരൊറ്റ ക്രിസ്ത്യൻ ലീഡറും എന്നെ ഉയർത്തിയില്ല. ജോണോസിനെ ഉയർത്തി, ദൈവം ഉയർത്തി. നമുക്കത് തിരുത്തി എഴുതാം. ആരെയെങ്കിലും ഉയർത്താം. അവർക്കൊരവസരം കൊടുക്കാം. അവർക്കൊരു കൺവെൻഷണൽ സ്ഥാനം കൊടുക്കാം. ആരെയെങ്കിലും ഉയർത്താൻ യോഗ്യനായ ഒരുത്തനെ കണ്ടാൽ അവനെ ഉയർത്താതെ ഇരിക്കരുത്. ഒരു ഫലിതം കൂടെ പറയാം. ചോറ് ചൂടായിട്ട് തരാം, ഞാനും വന്ന് വിളമ്പിത്തരാം, വിഷമിക്കണ്ട. രാജീവ് ഗാന്ധി ഒരു കഥ പറഞ്ഞു പാർലമെൻറ്റിൽ. ഇന്ത്യക്കാർ വലിയ മിടുക്കരാ. ഞാനത് ഇച്ചിരി മലയാളീകരിച്ച് പറയാം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഞണ്ടിനെ യൂറോപ്യൻ രാജ്യത്തേക്ക് തവള അയക്കുക. അദ്ദേഹം ഞാൻ തവളയെന്ന് തന്നെ പറഞ്ഞത്, തവള അയക്കുക. ബാക്കി എല്ലാവരുടെയും ബിസിനസ് പൊളിഞ്ഞു. ഈ മലയാളിയുടെ തവള കച്ചവടം ഭയങ്കരമായിട്ട് വളരുക. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകാരെല്ലാം കൂടെ വന്ന് വെച്ചൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി വെച്ച്, ഇതെന്താ നിങ്ങളുടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ വീപ്പയെല്ലാം അടയ്ക്കും, ഞങ്ങളൊരു വീപ്പയ്ക്കകത്ത് 1000 തവള ഇതൊന്നും അടയ്ക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം അവിടെ എത്തും, നിങ്ങളുടെ ഈ വീപ്പയ്ക്കകത്ത് കിടന്ന് എല്ലാം അങ്ങ് ചത്തുപോകും. അവർ പറഞ്ഞൊന്നും ഞങ്ങൾ പിന്നെ അങ്ങനെയോ അവരും ചെന്ന് കഴിഞ്ഞ് വെച്ച് വീപ്പയ്ക്കകത്തെല്ലാം തവളയെ കയറ്റി അങ്ങോട്ട് അയച്ചു. പക്ഷേ അതെല്ലാം അങ്ങ് ചാടിപ്പോയി. അവർ തിരിച്ചു വന്ന് മലയാളിയൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ തവളയെല്ലാം അങ്ങ് ചാടിപ്പോകുന്നല്ലോ. ഈ മലയാളികൾ പറഞ്ഞു, ഞങ്ങളുടെ തവള ചാടത്തില്ല, അത് ഒരു തവള മേളിലോട്ട് കയറുമ്പോൾ അടുത്ത തവള അതിനെ പിടിച്ച് താഴെയിടും. കാര്യം ശരിയാ. രാഷ്ട്രീയത്തിൽ ഒരാളിനെ മന്ത്രിയാക്കാൻ സമ്മതിക്കത്തില്ല. അവിടുന്ന് ഫോൺ ചെയ്യും, എനിക്ക് തെളിവുണ്ട്, ആക്കണ്ട, ഞങ്ങൾക്ക് മന്ത്രി വേണ്ട, എന്നാലും ആക്കരുത്. നമുക്ക് തിരിച്ചെഴുതാം, ചരിത്രം മാറ്റി എഴുതാം. പോയിരിക്കുന്ന ഒരു മർത്തമക്കാരനെ പ്രോത്സാഹിപ്പിക്കാം, പോയിരിക്കുന്ന ഒരു യാക്കോബക്കാരനെ പ്രോത്സാഹിപ്പിക്കാം, പോയിരിക്കുന്ന ഒരു പെന്തിക്കോസുകാരനെ പ്രോത്സാഹിപ്പിക്കാം, പോയിരിക്കുന്ന ഒരു ബ്രദറുകാരനെ പ്രോത്സാഹിപ്പിക്കാം. സഭ നോക്കാതെ ഒരാളിനെ പ്രോത്സാഹിപ്പിക്കാം. ഹല്ലേലൂയ. എന്നെ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് TS തോമസ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, കൊച്ചിൻ പോർട്ട്. ഞാൻ കൊല്ലത്ത് ഡോക്ടർ മുരളിയുടെ മിഷനകത്ത്, ട്രൈബൽ മിഷനകത്ത് പ്രസംഗിച്ചു അബ്രഹാമിനെ പറ്റി 1, 2, 3, 4. അദ്ദേഹം പറഞ്ഞു, ഇത് അസാധാരണമായ ചിന്തയാണ് കേട്ടോ, ഇതൊരു പുസ്തകമാണ്. അദ്ദേഹമാണ് എൻ്റെയൊക്കെ പറഞ്ഞത്. സിനിമ ഉണ്ടാക്കിയത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, പാസ്റ്റർ KC ജോണാണ്. ആദ്യത്തെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ബില്ലി ഗ്രഹാം എന്നെ ആദ്യത്തെ പ്രോത്സാഹിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം KC ജോൺ പറഞ്ഞു, ഇല്ല നിർത്തരുത്, ഇനിയും ഉണ്ടാക്കുക, ആരെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക, ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, ഒരു പുസ്തകം കേട്ട് കഴിയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക. ബ്രദർ ജോഷിയുടെ മോനെ അടുത്ത സിനിമ എളുപ്പം ഉണ്ടാക്കണം കേട്ടോ, ഉണ്ടാക്കണം. ഹല്ലേലൂയ. പുസ്തകം എഴുതണം, എവിടെയെങ്കിലും പോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളൊരു മാനപാത്രമാക്കുന്ന കുശവന്മാരെ ആവശ്യമുണ്ട്. ഒരു മാത്യുവിനെ കാണുമ്പോൾ, ഒരു ചാക്കോയെ കാണുമ്പോൾ, ഒരു അനിതയെ കാണുമ്പോൾ, ഒരു സൂസനം കാണുമ്പോൾ അവരാരാണ്? അരിച്ച് വെറുക്കി, മണ്ണ് കൊണ്ടുവന്ന് അരിച്ച് വെറുക്കുന്ന ഒരു പണിയായിട്ട് നമുക്ക് ചെയ്യാം. ഹല്ലേലൂയ. അപ്പച്ച, എൻ്റെ ശബ്ദം കേൾക്കുന്ന അപ്പച്ച, എൻ്റെ ശബ്ദം കേൾക്കുന്ന അമ്മച്ചി, എൻ്റെ ശബ്ദം കേൾക്കുന്ന പാസ്റ്ററെ, എൻ്റെ പാസ്റ്റർ നിൽക്കുന്ന പട്ടക്കാര, ഒരു കുശവനാകുക.
മണ്ണ് കൊണ്ടുവന്ന മണ്ണാണവർ. മണ്ണാണ്, കാച്ചിന് കൊള്ളാത്ത മണ്ണാണ്. പക്ഷെ കണ്ടുപിടിച്ച് നല്ല മണ്ണുണ്ട്, നല്ലതല്ലാത്ത മണ്ണുണ്ട്. നല്ല മണ്ണ് കൊണ്ടുവന്ന് അരിച്ചെടുത്ത് കുഴച്ചെടുത്ത് അത് സീസൺ ചെയ്ത് മാനപാത്രമാക്കി തീർക്കുക. അതുപോലെ തന്നെയാണ് ഒരു ശുശ്രൂഷയ്ക്ക് മറ്റ് പലരെയും ആവശ്യമുണ്ട്. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം മൊർദെഖായി ഇങ്ങനെ പറയുന്നുണ്ട് എസ്തറിനോട്, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനിൽ വന്നിരിക്കുന്നത്? ആർക്കറിയാം? നിങ്ങളിവിടെ ആക്കി വെച്ചിരിക്കുന്നത് ആരെയെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ്. നിങ്ങളുടെ സഭയിലുള്ള, നിങ്ങളുടെ അടുത്തുള്ള ഒരു മർത്തോമക്കാരനെ, നിങ്ങളുടെ അടുത്തുള്ള ഒരു യാക്കോബക്കാരനെ, നിങ്ങളുടെ അടുത്തുള്ള വേറൊരു മനുഷ്യനെ, വടക്കേ ഇന്ത്യയിലേക്ക് പോയിരിക്കുന്ന നിർബന്ധമില്ല, പാലക്കാട്ടേക്ക് പോയിരിക്കുന്ന, ഇടുക്കിയിലേക്ക് പോയിരിക്കുന്ന ഒരാളിനെ പ്രോത്സാഹിപ്പിക്കുക. പാസ്റ്റർമാരുടെയൊക്കെ ഞാൻ ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ എത്ര പേരുടെ സഭയിൽ നിന്ന് ആരെങ്കിലും വടക്കേ ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്? കൈ ഒന്ന് ഉയർത്താമോ? ആരെങ്കിലും ഒരാൾ പോയിട്ടുള്ള പാസ്റ്റർമാർ? അയ്യോ കുറച്ചേ ഉള്ളല്ലോ എൻ്റെ കർത്താവ്. 1, 2, 3, 4, 5, 6. കഷ്ടം പോരാ. നിങ്ങൾ വർഷത്തിൽ 2 സന്ദേശമെങ്കിലും കൊടുക്കണം. ഭാരതം സുശേഷീകരിക്കപ്പെടട്ടെ. 2 പ്രാവശ്യമെങ്കിലും സന്ദേശം പറയണം. ഇനിയും പറയുന്നത് കേട്ടിട്ട് അവരെ അയച്ചാൽ മാത്രമല്ല, വർഷത്തിൽ 1, 2 പ്രാവശ്യം ഒരു സ്പെഷ്യൽ ഓഫറിങ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. എനിക്കിപ്പോഴും കുന്നംകുളത്തുള്ള യാക്കോബക്കാർ 100 രൂപ അയക്കും വർഷത്തിൽ. അവരുടെ കൺവെൻഷൻ്റെയാണ്, യൂണിയൻ കൺവെൻഷൻ. പണ്ടൊന്ന് പ്രസംഗിച്ചാൽ ഞാൻ, അവരിന്നും അവരുടെ ഒരു ഓഫറിങ്, യൂണിയൻ കൺവെൻഷൻ, കുന്നംകുളത്തെ കൺവെൻഷൻ്റെ ഒരു ഓഫറിങ് വടക്കേ ഇന്ത്യയിൽ വേല ചെയ്യുന്ന മിഷണറിമാർക്കാണ്. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ പ്രോത്സാഹിപ്പിക്കണം. സമയം കഴിഞ്ഞു അല്ലേ? സാരമില്ല, ഞാനിവിടെ ഒന്ന് ചോറ് വിളമ്പി തരാം. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ സഭകളിൽ നിന്ന് ഒരു മിഷൻ ചലഞ്ച് കൊടുക്കണം. നമ്മുടെ വേലക്കാർ കുറവാണ്, വേലക്കാർ ഉണ്ടാവട്ടെ, കാതിലുള്ള വേലക്കാർ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ എം കെ ചാക്കോ എഴുന്നേൽക്കട്ടെ, റായ്പൂരിലെ ഒരു സാമുവൽ എഴുന്നേൽക്കട്ടെ, ഒരു ഭക്ത സിംഗ് എഴുന്നേൽക്കട്ടെ, ഒരു സാധു സുന്ദർ സിംഗ് എഴുന്നേൽക്കട്ടെ, ഒരു രമാഭായി എഴുന്നേൽക്കട്ടെ, ഒരു PM സാമുവൽ വിജയവാഡ എഴുന്നേൽക്കട്ടെ, രാജസ്ഥാനിൽ പോയ തോമസ് മാത്യു എഴുന്നേൽക്കട്ടെ, ഒരു PM തോമസ് കാശ്മീരിലേക്ക് പോയ ഒരു PM തോമസ് എഴുന്നേൽക്കട്ടെ, ഒരു MA തോമസ് രാജസ്ഥാനിലേക്ക് പോയ ഒരു MA തോമസ് എഴുന്നേൽക്കട്ടെ, ഒരു എസക്കിയ ജോഷുവ എഴുന്നേൽക്കട്ടെ, ഒരു അബി മാത്യു ബീഹാറിലേക്ക് പോയ അബി മാത്യു എഴുന്നേൽക്കട്ടെ. നമുക്ക് ചെയ്യാം. മണ്ണ് കണ്ടുപിടിക്കുക, അരിച്ചെടുക്കുക, കുഴച്ച് മയം വരുത്തുക, രൂപപ്പെടുത്തുക, ഉണക്കി തീയിലൂടെ വചനം പഠിപ്പിച്ചയക്കാം. ഒരു പന്തമായിട്ട് പോട്ടെ. ഹല്ലേലൂയ. ഇനി ഒരു ചലഞ്ച് കൂടെ തരാൻ പോവുകയാണ്. നിങ്ങൾ ദശാംശം കൊടുക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. അതുകൂടാതെ 1% എക്സ്ട്രാ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ട് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമാണ്, ദശാംശം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കുക, എന്നാൽ അതുകൂടാതെ 1% സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കണം. അത് ചിലപ്പോൾ ഇടുക്കിയിലായിരിക്കാം, കാസർഗോഡായിരിക്കാം, പാലക്കാടായിരിക്കാം, കർണാടകത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലായിരിക്കാം, വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. കൊടുക്കുക. നാം എല്ലാവരും ശ്രമിക്കാമെങ്കിൽ, നമ്മളെല്ലാവരും കാര്യമായിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ അടുത്ത 7 വർഷത്തിനകത്ത് ഒരു പുതിയ തലമുറ എഴുന്നേൽക്കും. ഒരാൾ വീണാൽ അയാളെ തൊടുക, പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് പണിക്കാരാകാം. കിഴുത്തകൾ വീണാൽ ആ കിഴുത്തകൾ അടയ്ക്കാം. നിരാശരെ പ്രോത്സാഹിപ്പിക്കാൻ, പാപത്തിൽ വീണവരുടെ ഓട്ടയടയ്ക്കാൻ. ഒരു കപ്പൽ വെള്ളത്തിൽ വെള്ളത്തിൽ കാണുമ്പോൾ സുന്ദരമാണ്, പക്ഷേ അതിനകത്ത് പാർട്ടിയുണ്ട്, ഡാൻസുണ്ട്, നൃത്തമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഓട്ട വീണുപോയാൽ ഏതാ ഒരു കപ്പൽ മുങ്ങിപ്പോയ ഒരു കഥയുണ്ടല്ലോ, വലിയൊരു കപ്പൽ, ടൈറ്റാനിക്. എത്ര പേര് കണ്ടിട്ടുണ്ട്? കള്ളം പറയാതെ സത്യം പറയാം. എത്ര പേര് കണ്ടിട്ടുണ്ട്? കള്ളം പറയാം, ഒത്തിരി പേരും കണ്ടിട്ടുണ്ട്, പറയത്തില്ല. പാസ്റ്റർ അറിഞ്ഞാൽ കുഴപ്പമാണ്. ഞാനും കണ്ടു. അത് മുങ്ങിയത് ഒരു വലിയ ഓട്ട വീണതാണ്. ഒരു ചെറിയ ഓട്ടയ്ക്കും ശക്തിയുണ്ട് നിങ്ങളുടെ ബോട്ട് മുങ്ങിപ്പോകാൻ, നിങ്ങളുടെ സഭ മുങ്ങിപ്പോകാൻ, നിങ്ങളുടെ സംഘടന മുങ്ങിപ്പോകാൻ. ഒരു ചെറിയ ഓട്ടയ്ക്കകത്ത് നിങ്ങളുടെ ഹെഡ്ക്വാർട്ടറിൽ ഒരു അപവാദം വന്നു കഴിഞ്ഞാൽ, ഒരു ഓട്ട വീണാൽ, നിങ്ങൾ ഓട്ടയെ അടയ്ക്കുന്നവരായി തീരട്ടെ. എവിടെയെങ്കിലും കണ്ടാൽ പറയേണ്ടിവരോട് പറയണം, പറയേണ്ടാത്തവരോടല്ല പറഞ്ഞ് നമുക്ക് ഓട്ടയെ അടയ്ക്കാം. ഹല്ലേലൂയ. മാത്രമില്ല, ഹല്ലേലൂയ, ആൾക്കാരെ നഷ്ടപ്പെടാതെ പുറത്തുള്ള പലകകളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് പിടിക്കണം, ദ്വാരമടയ്ക്കണം, ഇതെല്ലാം കൂടെ കൊളുത്തി ചേർക്കണം. സമാഗമന കൂടാരത്തിൻ്റെ പലകകൾ, തിരശ്ശീലകൾ ഒന്നിച്ച് ചേർത്ത് നിർത്തണം, ഐക്യത ഉണ്ടാക്കണം.
എഴുതിയെടുക്കാം. ഐക്യത ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കുകയാണ്. ഒരിക്കലും ഐക്യത ഉണ്ടാകുന്നില്ല, ഐക്യത ഉണ്ടാകുകയാണ്. ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഐക്യത ഉണ്ടാകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം രണ്ടാണ്. ലില്ലിക്ക് ചോറിഷ്ടം, എനിക്ക് ചപ്പാത്തി ഇഷ്ടം. ലില്ലിക്ക് മീനിഷ്ടം, എനിക്ക് ഇറച്ചി ഇഷ്ടം. ലില്ലിക്ക് ചായ ഇഷ്ടം, എനിക്ക് കാപ്പി ഇഷ്ടം. ലില്ലിക്ക് തണുപ്പ് ഇഷ്ടം, എനിക്ക് ചൂടിഷ്ടം. ഞങ്ങൾ രണ്ടും രണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഐക്യത ഉണ്ടാക്കിയെടുത്തു. നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. അടുക്കൊണ്ട് മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ചെറിയ കണ്ടാൽ ഓരായ പണിക്കാരാകണം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ ഞാൻ. ജിം ബേക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. BAKKER. ജിം ബേക്കർ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തീയ ചാനൽ, 24 മണിക്കൂറും ക്രിസ്തീയ ചാനൽ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. സുപ്രസിദ്ധനായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആളുകൾ കരയുമായിരുന്നു. അദ്ദേഹം $1 ചോദിക്കുമ്പം കോടിക്കണക്കിന് ഡോളറായിരുന്നു അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വൃത്തികേട് കാണിച്ചു. ഒന്നൊന്നുമല്ല, കൂട്ടവൃത്തിയാണ്. അദ്ദേഹം അവിടെ നടന്ന വൃത്തികേട് പറയാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടറിനകത്ത് ആളുകൾക്ക് വൃത്തികേട് കാണിക്കാനായിട്ട് മുറി തുറന്നു കൊടുത്തു, സിനിമാ താരങ്ങൾക്ക്. ഇത് പരസ്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് രഹസ്യമൊന്നുമല്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവസാനം പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് വരെ എയർ കണ്ടീഷൻ മുറി ഉണ്ടാക്കി കൊടുത്തു. വല്ലവരുടെയും പണമാണ്. അദ്ദേഹം പിടിക്കപ്പെട്ടു, ജയിലിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇട്ടും വെച്ച് വേറെ ആരാണ്ടോടെ കൂടെ പോയി. മക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അയാൾ ജയിലിൽ കിടക്കുക. അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ജോലിയൊക്കെ ചെയ്യണം, കക്കൂസൊക്കെ കഴുകണം. ഏൽപ്പിച്ച ജോലിയെല്ലാം ചെയ്തു. ഒരു ദിവസം ഒരു പോലീസുകാരൻ ചെന്ന് വെച്ച് പറഞ്ഞു, നിങ്ങളെ കാണാൻ ആരാണ്ട് വന്നിരിക്കും. എന്നെ കാണാൻ ആളുകൾ വന്നിട്ട് 4-5 വർഷമായി, ആരും വരത്തില്ല. എന്നെ ആർക്കും വേണ്ട, എല്ലാവരും പോയി. പറഞ്ഞല്ല, ആരാണ്ട് വന്നിരിക്കുന്നു, ജിം ബേക്കറെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം കയ്യൊക്കെ കഴുകി വെളിയിലോട്ട് വന്നു. വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ബില്ലി ഗ്രഹാം 2 കൈയും നിവർത്ത് നിൽക്കുകയാണ്. ജിം ബേക്കർ പൊട്ടിക്കരഞ്ഞു പോയി. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സുവിശേഷതക്കാരൻ ബില്ലി ഗ്രഹാം ജയിൽ പുള്ളിയെ ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂട്ടുവേലക്കാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കൂടെ പ്രവർത്തിച്ചവർക്ക് വേണ്ട. പക്ഷെ ദൈവം ഒരു സന്ദേശവുമായിട്ട് അയച്ചു. ദൈവം നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. അദ്ദേഹം ജയിലിൽ വെച്ച് വീണ്ടും ജീവിതം സമർപ്പിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞും വെച്ച് ഒരു പുസ്തകം എഴുതി, ഐ വാസ് റോങ്. വീണ് കിടക്കുന്ന ഒരാളിനെ പ്രോത്സാഹിപ്പിച്ച് എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ, കേരളത്തിൽ ഞാൻ കേട്ട എല്ലാ വീണുപോയ ദൈവദാസന്മാർക്ക് ഞാൻ എഴുത്തെഴുതിയിട്ടുണ്ട്. ഒരിക്കലല്ല, പല പ്രാവശ്യം ഫോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചൊരു കഥയാണ്. ഞാൻ കുശവനായിരിക്കണം, മാത്രമല്ല ഓട്ട വീണ കപ്പലുകളുടെ ഓട്ടയടയ്ക്കാനും ഞാൻ സന്നദ്ധനായിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് 52 വർഷമായി ശുശ്രൂഷയിൽ. ഇനിയും ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കണം. കാരണം എൻ്റെ അകത്ത് തന്നെ ഞാൻ ഒരു ഓരായ പണി ചെയ്യണം. ഞാൻ തന്നെ എനിക്ക് ഓരായ പണി ചെയ്യണം. നോക്കണം, എവിടെയെങ്കിലും കിഴുത്തയുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ലില്ലിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ശരിയല്ല എന്ന, സ്ത്രീകൾക്കൊരു അസാധാരണമായിട്ടുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് വേറൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ശരിയല്ലെന്ന് തോന്നിയാൽ അവൾ പറയും. ചിലർ ചുമ്മാ അസൂയോണ്ടും പറയും, വേണ്ട അവളോടൊന്നും വേണ്ടണ്ട. ഞാൻ അതല്ല പറഞ്ഞ്, ഞാൻ ലില്ലിയോട് പറഞ്ഞിട്ടുണ്ട്, ലില്ലി, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നു, കാരണം ഞാൻ അധികം സംസാരിക്കുന്ന പെൺകുട്ടികളാണ്, അവരാണ് എന്നെ ഫോൺ വിളിക്കുന്നത്, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. എവിടെയെങ്കിലും എൻ്റെ അതിര് വിട്ടുപോകുന്നു, അവരുടെ അതിര് വിട്ടുപോകുന്നു എന്ന് തോന്നിയാൽ കറക്റ്റ് മീ. ഓരായ പണിക്കാർ, ഞാൻ നിങ്ങളുടെക്കിലും ഇത് പറയാനാവുന്നത്, നിങ്ങളും എൻ്റെ ഓരായ പണിക്കാരായിരിക്കണം. എവിടെയെങ്കിലും ഞാൻ ചെയ്യുന്നതും പറയുന്നതും വസ്ത്രം ധരിക്കുന്നതും ശരിയല്ലെന്ന് തോന്നിയാൽ എൻ്റെ ദ്വാരമടയ്ക്കുക, എന്നെ കറക്റ്റ് ചെയ്യുക. പേര് വെക്കാതെ ഒരെഴുത്തെഴുതുക, പേര് വെച്ച് ഒരെഴുത്തെഴുതുക. ഞാൻ വായിക്കും, ഞാൻ മറുപടി അയക്കും. കാരണം നിങ്ങളാണ് എൻ്റെ ഓരായ പണിക്കാർ. പണത്തിനകത്ത്, ക്രോധത്തിനകത്ത്, പകപോക്കലിനകത്ത്, അൺഫർഗീവ്നെസ്, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? പെണ്ണ്, കണ്ണ്, ഇതൊക്കെ എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ നിങ്ങളുടെ ഭാര്യയോട് പറയുക,
എൻ്റെ ഓരായ പണിക്കാരി ആയിരിക്കുക. ഭർത്താവിനോട് പറയുക, കുട്ടുവേലക്കാരോട് പറയുക. ഹല്ലേലൂയ. ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യാൻ മാസങ്ങൾ കാത്തിരിക്കരുത്. ഈ ദ്വാരം വലുതായി പോയെന്ന് വരാം കേട്ടോ. ഹല്ലേലൂയ. സോങ് ഓഫ് സോളമൻ മലയാളം ഉത്തമഗീതം 2:15 വളരെ ഫേമസ് ഒരു വാക്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന. ചെറുകുറുക്കന്മാരെ പിടിക്കുക. എന്താ കാര്യം? ഇന്നത്തെ ചെറുകുറുക്കന്മാർ നാളെ വളർന്ന വലിയ കുറുക്കന്മാരായിത്തീരും. കുറുക്കന്മാരല്ല, ഫോക്സ്, നരികളായിത്തീരും. ഇന്നത് ചെറുതാണ്, ഇന്നതിനെ പിടിക്കാം, ഇന്നതിനെ കൊല്ലാം. പക്ഷെ അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ നിനക്ക് പിടിക്കാനൊക്കത്തില്ല. അത് നിന്നെ കടിക്കും, നിന്നെ നശിപ്പിക്കും. കഴിഞ്ഞ വർഷത്തിൽ ഒരു സിംഹത്തിൻ്റെ അപ്പനും അമ്മയും ഒരു കുഞ്ഞും കൂടെ പോവുകയാണ്. പത്രത്തിനകത്ത് വന്ന വാർത്തയാണ്. അപ്പനും അമ്മയും അങ്ങോട്ട് പോയപ്പോൾ ഈ സിംഹത്തിൻ്റെ കുഞ്ഞ് ഇങ്ങോട്ട് പോയി. മരത്തിൻ്റെ മേളിലിരുന്ന ഒരു പുലി ചാടി വന്ന് പിടിച്ചുകൊണ്ട് പോയി കടിച്ചു കൊന്നുകളഞ്ഞു. സിംഹക്കുഞ്ഞും കുഞ്ഞായിരിക്കുമ്പം നിനക്ക് കൊല്ലാം. നരിയുടെ കുഞ്ഞും കുഞ്ഞായിരിക്കുമ്പം നിനക്ക് കൊല്ലാം. അതുകൊണ്ടാണ് മണവാട്ടി പറയുന്നത്, എൻ്റെ പ്രിയ വരിക, മുന്തിരി പൂത്തു, ഇതിൻ്റെ പൂക്കളൊക്കെ നശിപ്പിക്കുന്നു. ഇത് കായാവുമ്പോൾ ഇത് മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ചെറിയ ചെറിയ കുറുനരികൾ വരുന്നുണ്ട്, നരികൾ വരുന്നുണ്ട്. അവയെ നമുക്കിന്ന് പിടിക്കാം. നാളെയായാൽ ഇത് വളർന്ന് വലുതായി വലിയ, നമുക്ക് പിടിക്കാൻ കഴിയാത്ത വലിയ നരികളായിത്തീരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ദ്വാരം കാണുന്നു? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ദ്വാരം കാണുന്നു? ഏതെങ്കിലും ദ്വാരം? പെണ്ണ്, പുരുഷൻ, പണം, കള്ളം പറയുന്നു, എക്സാഗ്രേഷൻ. 5 പേര് രക്ഷിക്കപ്പെട്ടു, ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. ഞാൻ മിഷൻ ഡയറക്ടറാണ്, എനിക്ക് സംഭവിക്കാവുന്ന തെറ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ചെറിയ കെടുത്ത കാണുന്നു? ആരെയെങ്കിലും നമ്മൾ നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? ആരെയെങ്കിലും ചവിട്ടി തേച്ചിട്ടുണ്ടോ? ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്നോ? യെശയ്യാ പ്രവാചകൻ അതാ പറയുന്നേ, എൻ്റെ അധരം, അയ്യോ അശുദ്ധിയുള്ള അധരം, ഞാൻ സുവിശേഷം പറയാൻ ബാധ്യസ്ഥനായിരുന്നു, മിണ്ടിയില്ല. ആ യാഗപീഠത്തിൽ നിന്നൊരു തീ കഷ്ണം വരട്ടെ, നമ്മുടെ അധരത്തെ തൊടട്ടെ. നോവും പൊള്ളും, ശബ്ദം കേൾക്കും, ശുദ്ധീകരിക്കപ്പെടട്ടെ. ആരെങ്കിലും ഒരു ദ്വാരം കണ്ടോ? ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങനെ ദ്വാരം കണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദ്വാരം, എവിടെയെങ്കിലും, അടുത്തിരിക്കുന്നവരെ നോക്കരുത്, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ദ്വാരം കണ്ടോ? എഴുന്നേറ്റ് നോക്കാം. പറയാം, കർത്താവേ, ഓരായക്കാരാ, എൻ്റെ ഓരായക്കാരാ, എൻ്റെ ഈ ഓട്ട അടയ്ക്കണമേ, എൻ്റെ ഈ ദ്വാരം അടയ്ക്കണമേ. ഇല്ലെങ്കിൽ ഇത് നാളെ വലിയ ദ്വാരമാകും. എൻ്റെ ഓരായക്കാരാ വരിക. ഇതാ ഈ പൂത്തുലയുന്ന ഈ മുന്തിരി വള്ളിയിൽ ചെറു കുറുക്കന്മാർ വരുന്നു. നമുക്കവയെ പിടിക്കാം. നാളെ അത് വളർന്ന് വലിയ ഒരു മൃഗമാകും. അതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിൽക്കുന്നവർ തലയിൽ കൈവയ്ക്കാം, ഇരിക്കുന്നവർ നെഞ്ചത്ത് കൈവയ്ക്കാം. ഞാൻ നിങ്ങളെ ഒരപ്പൻ്റെ സ്ഥാനത്തുനിന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് 83 വയസ്സായി. നിങ്ങൾ 3/4 അധികം പേരുടെയും അപ്പനാകാനുള്ള പ്രായം എനിക്കുണ്ട്. ഈ അനുഗ്രഹത്തോടെ പോകാം. സ്വർഗസ്ഥനായ ദൈവമേ, ഞങ്ങളുടെ ഓരായക്കാര, ഞങ്ങളുടെ കുശവ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണോ കളിമണ്ണ് കൊണ്ടുവന്ന് കുഴച്ച് മയം വരുത്തി സീസൺ ചെയ്ത് അതിന് രൂപം കൊടുത്ത് തീക്കകത്തൂടെ കടത്തി മാന്യപാത്രമാക്കുന്നത്, അതുപോലെ ഞങ്ങളെ വീണ്ടും ഒന്നുകൂടെ നിൻ്റെ അഗ്നിയിലൂടെ ഞങ്ങളെ ശുദ്ധീകരിച്ച്
മാന്യപാത്രമാക്കണമേ, മാന്യപാത്രമാക്കണമേ, മാന്യപാത്രമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരിന്ന് വീട്ടിലേക്ക് പോകും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആ ഓട്ടെ അടയട്ടെ. ഇന്നലെ ചെയ്ത തെറ്റിന്ന് ചെയ്യാതെ, നാളെ ചെയ്യാതെ, മറ്റൊന്ന് ചെയ്യാതെ, അവസരം കിട്ടിയാലും ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം. വെറുതെ പ്രകടനമല്ല, മുദ്രാവാക്യമല്ല, അല്ല, പിന്നെയോ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു മോചനം ഞങ്ങൾക്കുണ്ടാകട്ടെ, ഞങ്ങൾക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. ഒരപ്പൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു, ഒരപ്പോസ്തലൻ്റെ സ്ഥാനത്തു നിന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട്, ആ പൊസിഷനിൽ നിന്നുകൊണ്ട്, ആ ഓഫീസിൽ നിന്നുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുക, വിടുതൽ പ്രാപിക്കുക, നന്മ പ്രാപിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ ജീവിതം എന്തായിരുന്നുവോ അത് ആയിരിക്കരുത്. എന്തായിരുന്നുവോ അതായിരിക്കരുത്. അനുഗ്രഹം പ്രാപിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഭ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇരട്ടിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കലമുണ്ടാക്കുന്നവരായിരിക്കട്ടെ, കുടമുണ്ടാക്കുന്നവരായിരിക്കട്ടെ, മാന്യപാത്രങ്ങളാക്കുന്നവരായി തീരട്ടെ. മാത്രമല്ല, നിങ്ങൾ ഓരായക്കാരായിട്ട്, സമാധാനം അനുഭവിക്കുന്നവരായിട്ട്, സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് വീട്ടിലേക്ക് പോകുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി തീരുക. അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, അനുഗ്രഹമായി തീരുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ മുഖത്തോട്ട് നോക്കിയാട്ട് കൈയെടുക്കാം. ദൈവം പഠിപ്പിച്ച ഏക പ്രാർത്ഥന സംഖ്യാപുസ്തകം 6:24-25-26 യേശു പഠിപ്പിച്ചത് ഇതുപോലെ പ്രാർത്ഥിക്കണമെന്നാണ്. എന്നാൽ ഈ പ്രാർത്ഥന ദൈവം പറഞ്ഞത് ഇത് തന്നെ പ്രാർത്ഥിക്കണം. ഇപ്പോഴും യഹൂദന്മാർ പ്രാർത്ഥിക്കുക ഇങ്ങനെയാണ്. രണ്ട് കൈകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു. അതിൻ്റെ അർത്ഥം ഐക്യതയെ കാണിക്കുന്നു. എന്നിട്ട് അവരെ അനുഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എല്ലാവരും നെഞ്ചത്ത് കൈവച്ചാട്ടെ. ഈ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. 24, 25, 26. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. വാക്യം 27. ഇത് പറഞ്ഞ് യഹോവയുടെ നാമം ഞാൻ നിങ്ങളുടെ മേൽ വയ്ക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമ്മളൊരു പാട്ട് പാടാൻ പോവാണ്. ഒത്തിരി നേരം പാടത്തില്ല, ഒരല്പമായിട്ട് പാടും. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് പാസ്റ്റർ രാജു പൂവാക്കാല മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കെട്ട് പുസ്തകം തരുന്നതായിരിക്കും കേട്ടോ. ഒരു പുസ്തകം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് പാടാം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കാം. ബലാത്കാരമായിട്ട് അവകാശം അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കുന്നു. Hey
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പ്രാർത്ഥിക്കാം. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ പ്രാർത്ഥിക്കാം. കരങ്ങൾ പാദങ്ങൾ പാദങ്ങൾ കണ്ണുകൾ കാതുകൾ വെണ്മയായി തീരട്ടെ. വെണ്മയായി തീരട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ മേഘത്തിൽ തണലിൽ ഞങ്ങളെ ഈ വർഷത്തിൻ്റെ ആദ്യം അങ്ങ് കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. വിവിധ സംഘടനകളിലെ, വിവിധ സ്റ്റേറ്റുകളിലെ, വിവിധ രാജ്യങ്ങൾ കർത്താവിന് മഹത്വമുള്ള വേല ചെയ്യുന്ന ദൈവമക്കളെ ഇന്നലെയുമായി കൂട്ടിവരുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം അവരെ അത്ഭുതമായി പരിപാലിക്കുകയും കർത്താവിന് മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരു ചലനമുണ്ടാകത്തക്കവണ്ണം, പുതിയ തീരുമാനങ്ങൾ എടുക്കത്തക്കവണ്ണം ശക്തമായ ഒരുക്കം വചനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി കർത്താവെ. ഞങ്ങളുടെ ഓട്ടകളെ അടയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ദൈവം ക്ഷമിക്കണമേ. പറയേണ്ടത് മാത്രം പറയാനും പറയേണ്ടാത്ത പറയാതിരിക്കാനും ഇവിടെ കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമേ. കർത്താവ്, ഞങ്ങൾ ജീവിത ഉപദേശവും ഒരുപോലെ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ഞാൻ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ കർത്താവ് സഹായിക്കണമേ. ഭാരത സുവിശേഷീകരണത്തിൽ ഞങ്ങൾ ലാഭോളം പ്രവർത്തിപ്പാൻ, ഞങ്ങൾക്ക് ദൈവം തന്ന താഴ്ന്നകളെ അങ്ങേക്ക് വേണ്ടി വിനിയോഗിപ്പാൻ കർത്താവ് സഹായിക്കണമേ. 5 കൊടുത്തവൻ 5 കൂടെ നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി, കുഴിച്ചിടാതെ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമായി വചന സംസാരിക്കുന്ന ശ്രേഷ്ഠദാസനെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ലില്ലിയേറ്റിക്കായി, മക്കൾക്കായി, ഐറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി, എൻ്റെ പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ്സ്, അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ്, കർത്താവിൻ്റെ എല്ലാ മിഷന്മാരെയും പ്രവർത്തന പദ്ധതികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന ദിവദാസന്മാരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, ശുശ്രൂഷകളെ എല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗസ്റ്റായിട്ട് വന്ന ദിവദാസന്മാരെ ഞങ്ങൾ ഇരുവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്തവരെ അനുഗ്രഹിക്കണമേ. മറ്റ് അഭിഷേകന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, പാടുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഈ വർഷത്തെ ആദ്യത്തെ മീറ്റിംഗ് ദാസൻ പറഞ്ഞതുപോലെ ഒരു വലിയ കൊയ്ത്തായിരിക്കാൻ, ഒരു മിറക്കിൾ അനോയിൻറ്റിങ് പവർഫുൾ ഇയർ ആയിരിക്കാൻ, ഓരോരുത്തരുടെ മേലും ഒരു പുതപ്പ് കർത്താവ് ഇന്ന് പാൽക്കാലം വിട്ടതിനായി സ്തോത്രം. കർത്താവിൽ കരം ഉയർത്തി അങ്ങേക്ക് സ്തോത്രം പറയുകയാണ്. ദാസൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചപ്പോൾ തന്നെ
ഏലിയാവിൻ്റെ പുതപ്പ് യെരൂശലേമിൽ വീണതുപോലെ ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ്, ഒരു കൃപയുടെ പുതപ്പ്. ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് വരെ ചെയ്യാത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുന്ന ഭവനങ്ങൾ അവകാശം പ്രാപിക്കുവാൻ, തൊടുന്ന രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. 1-2 സ്നാനമല്ല കർത്താവ്, 1-2 പേരല്ല, ആയിരക്കണക്കിന് ആളുകളെ കർത്താവെ പഞ്ചാബിലെ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ വലിയ ഉണർവുകൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കേരള മുതൽ കാശ്മീർ വരെ ഒരുപോലെ ആളിക്കത്തുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. എല്ലാ ഗ്രാമങ്ങളും, എല്ലാ പഞ്ചായത്തുകളും, എല്ലാ മുനിസിപ്പാലിറ്റികളും കർത്താവെ, എല്ലാ വാർഡുകളും, എല്ലാ ഗ്രാമങ്ങളും യേശുവിൻ്റെ വചനത്താൽ നിറയുവാൻ ഈ വർഷം ഇന്ന് വരെ നടക്കാത്ത ഒരു വലിയ അഭിഷേകം ഈ ജൂബിലി ഇയറിൽ, ഈ നൂറ്റാണ്ടിൻ്റെ ദൈവം തരുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ദാസന്മാർ ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും ഐറ്റയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും ദാസം പാസ്റ്റർ PG വർഗീസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇതിനെ പുറകെ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഞാൻ ഒരുപോലെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹമേ തീരുമാറാകട്ടെ. മടക്കാത്ത സാന്നിധ്യം ഉണ്ടായിരിക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരും കരങ്ങൾ അടിച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങൾ തട്ടി ശക്തിയോടെ അഭിഷേകത്തോടെ വായം തുറന്ന് ഈ ലാസ്റ്റ് മൂമെന്റിൽ നാവിൽ മേലൊരു അഭിഷേകം, ശരീരത്തിന്മേൽ അഭിഷേകം, രോഗശാന്തി, വിടുതൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്ക അടിയാറ് യഹോവയെ മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കാവൽ നടത്തിപ്പേ നാം എല്ലാവരുടെയും വചനം സംസാരിക്കുന്ന ദാസരുടെയും കുടുംബത്തിലൂടെയും ഐറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളോട് കടന്നു വന്ന എല്ലാ മിഷണന്മാരുടെ കുടുംബങ്ങളോടെയും പാട്ടുകൾ പാടിയ മക്കളോടുകൂടിയും അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടെയും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം ഈ കോൺഫറൻസിൽ നമുക്ക് ജനറൽ 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഉറക്കെ പറയാം. ആമേൻ കർത്താവ്, ആമേൻ യേശുവേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.